കൊറോണ ഒന്ന് ഫുള്ളി ലോക്കായി പോയി. അപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കണമല്ലോ. സോ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. സോ അങ്ങനെ ഞങ്ങൾ ഒരു പ്രോജക്റ്റ് ചെയ്തു. അന്ന് ട്രെൻഡിങ് ആയിട്ട് കുറേ ആൾക്കാർ ചെയ്യുന്ന പ്രോജക്റ്റ് നമ്മൾ കൈ നീട്ടുമ്പോൾ ഹാൻഡ് വാഷ് ഓക്കെ. ഹാൻഡ് വരുന്ന ഒരു വാഷ് ചെയ്തത്. സെറ്റപ്പ്. സോ അത് നമ്മൾ ചെയ്തു. അതിൽ നമ്മളൊരു എക്സ്ട്രാ സാധനം ചെയ്തു. കാരണം എല്ലാവരും ഡിഫറൻ്റ് ആയി നമ്മൾ നിൽക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് അതിൽ പുതിയ സാധനങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിച്ചു. ആൻഡ് നമ്മളൊരു ടൈമർ സാധനമൊക്കെ ആഡ് ചെയ്തു. ലൈക്ക് ഇങ്ങനെ ഒരു 20 സെക്കൻഡ് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണമെന്നുണ്ട്. സോ അതിൻ്റെ ഒരു ടൈമർ, ഒരു ക്ലോക്ക് സെറ്റപ്പ് ഒക്കെ നമ്മൾ അതിൽ ചെയ്ത് അതാണ് നമ്മൾ ഫസ്റ്റ് സ്വന്തമായിട്ട് പ്രോഗ്രാം ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ്. അതാണ് എനിക്കൊന്ന് 2019. സോ ആ ടൈമിന് ഈ ബ്ലിങ്കിറ്റ് സെറ്റ് ഒന്നും ഇല്ല. ആ ടൈമിനാണ് ഒരാൾ നമ്മളോട് പറഞ്ഞു, ഇങ്ങനെ ഐഡിയ ഉണ്ട്, നമുക്ക് സോഫ്റ്റ്വെയർ വേണം, അത് ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് ഇതേപോലെ നമ്മളൊരു ഇവൻറ്റിന് പോയപ്പം പരിചയപ്പെട്ട ഒരാളാണ്. സോ നമുക്കിങ്ങനെ ചെയ്യാൻ അറിയാവുന്നൊരു ഐഡിയ ഉണ്ടാകത്ത്, നമുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിലും നമ്മളത് പഠിച്ചിട്ട് ഇത് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്താൽ അത് ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എല്ലാത്തിനും ഒരു പ്രത്യേക കോൺഫിഡൻ്റ്. വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? വീട്ടുകാർ വെച്ച് എന്തായാലും ഈ റിസൾട്ട് കാണുമ്പോൾ ഓൽക്കും സന്തോഷം തന്നെയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ സന്തോഷം തന്നെയാണ്. പക്ഷേ ഈ ചായൻ്റെ പ്രോജക്റ്റ് പോയി കുറച്ച് ഇതുണ്ടായിരുന്നു. കാരണം അത് നമ്മൾ ഏകദേശം 1 ഇയറോളം അയിമ തന്നെയായിരുന്നു. എൻ്റെ വീട്ടിൽ തലമാര പറഞ്ഞു കഴിഞ്ഞാൽ PVC മൊത്തം തലയിലോട്ടിരിക്കും. ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ വേസ്റ്റ് ഒക്കെ ഉണ്ടെന്നുള്ള ഇതിൽ ഇപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെന്ന് എനിക്ക് തോന്നുന്നു 1 month 2 monthൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ സ്കൂളിൽ ഒരു 3D പ്രിൻ്റർ വന്നു. ഇത് സാറ് സത്യം പറഞ്ഞാൽ നമുക്ക് വാങ്ങി തന്ന പോലെയാണ്. പ്രിൻസിപ്പാൾ റൂമിലായിരുന്നു വെച്ചേ, പക്ഷെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം. നോർമലി ഒരു സ്കൂളിൽ ഇപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ റൂമൊക്കെ എപ്പോഴും കയറി ചെല്ലുമല്ലോ. ഇത് ഞങ്ങൾ സ്വന്തം വീട് പോലെ, അതൊക്കെ സ്വന്തം ക്ലാസ് റൂം പോലെ ഇങ്ങനെ കയറി ഇറങ്ങും, അങ്ങനെ സെറ്റപ്പ് ആയിരുന്നു. സാറിന് അത് പ്രശ്നമില്ല. സാറും ലൈക്ക് ഇതിന് ഭയങ്കര താല്പര്യമായതുകൊണ്ട് ഒരു കോഴ്സിന് പോകുമ്പോൾ അവിടെ ഒരു സാറേ ഉണ്ടാവുള്ളൂ. പക്ഷേ യൂട്യൂബിൽ അങ്ങനെയല്ല, കുറേ സെറ്റപ്പ് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഒരാൾ പറയുന്ന മനസ്സിലായില്ല വേറെ ആളെ വീഡിയോസ് ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ യൂട്യൂബിൽ എല്ലാ സാധനങ്ങളും എന്ത് സാധനം പഠിക്കണം എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. മെയ്ഡ് ദ മേക്കേഴ്സിൽ പ്രാവശ്യം നമ്മുടെ കൂടെ ഉള്ളത് നിഹാലും ആഷിക്കുമാണ്. സോ നിഹാൽ ആൻഡ് ആഷിക്, വെൽക്കം. യെസ്. സോ നിങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ജസ്റ്റ് എ ബ്രീഫ് ഇൻട്രോ? സോ മൈസെൽഫ്, ഞാൻ നിഹാൽ. സോ ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. ഇപ്പം ഞാൻ സെക്കൻഡ് ഇയർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുകയാണ്. എവിടെയാണ്? ഞാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മൂന്നാറിലാണ്. ആഷിക്ക് നിലമ്പൂരിൽ തന്നെയാണ് വരുന്നത്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കരുനാഗപ്പള്ളി, EC 3rd year. ഓക്കെ. ഇപ്പം നിങ്ങളെ പറ്റി ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കസിൻസ് ആണ്. നിങ്ങൾ കസിൻസ് ആയിട്ട് ഓൾമോസ്റ്റ് 25+ പ്രോജക്ട്സുകൾ നിങ്ങൾ സോഫാർ ഇപ്പം ഈ ഒരു ടൈം പീരീഡിൽ ചെയ്തിട്ടുണ്ട്. നിഹാലിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നിഹാൽ ലാസ്റ്റ് ഇയറിലെ യൂസ്ലെസ് പ്രോജക്റ്റിലെ വിന്നർ ആയിരുന്നു. ഇപ്രാവശ്യം മേക്കർ ഓഫ് ദ മന്ത് അവാർഡഡ് ആണ്. ആഷിക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇപ്രാവശ്യത്തെ യൂസ്ലെസ് പ്രോജക്റ്റിലെ വിന്നറാണ്. ഓക്കെ. ഐ തിങ്ക് നിഹാലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ആദ്യം നമ്മൾ മീറ്റ് ചെയ്യുന്നത് യൂസ്ലെസ് പ്രോജക്റ്റിൻ്റെ ടൈമിലാണല്ലോ. ഐ മീൻ ഇലക്ട്രോണിക് സാധനങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടാണോ ഈ സ്പേസിലേക്ക് വരുന്നത്? ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട്സും സാധനങ്ങളെല്ലാം ഹാർഡ്വെയർ പ്രൊജക്ട്സ് ആണല്ലോ. ഞാൻ കുറേ കാലമായിട്ട് ഹാർഡ്വെയറിനോട് കുറച്ച് താല്പര്യമുള്ള ഒരാളാണ്. മെയിൻലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ്വെയർ എന്ന് പറയുമ്പം അതിൽ തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ കോഡിംഗ് പാർട്ട് വരുന്നുണ്ട്. വേറെ കുറേ നമ്മളെ ക്രാഫ്റ്റിംഗ് പാർട്ട്, ലൈക്ക് 3D മോഡലിംഗ്, 3D പ്രിൻറ്റിങ്, അങ്ങനത്തെ കുറേ ക്രാഫ്റ്റിംഗ് പാർട്ട് വരുന്നുണ്ട്. സോ അതൊന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ലൈക്ക് കുറേ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ബോറടിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഇതുണ്ട്. സോ അങ്ങനെയാണ് മെയിൻലി ഹാർഡ്വെയർക്ക് വരുന്നത്. ഓക്കെ. അപ്പം ഏത് ടൈമിലാണ് അപ്പം ഇതേപോലത്തെ പ്രൊജക്ട്സും സാധനങ്ങളൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്? അപ്പം ഞങ്ങൾ ബേസിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഈ ചെറുപ്പത്തിലുള്ള പോലെ നമ്മളെല്ലാവരും ചെയ്യണ പോലെ തന്നെ റിമോട്ട് കാർ തല്ലി പൊട്ടിക്കുക, അതിലുള്ള മോട്ടോഴ്സ് എടുക്കുക ചെയ്യുക. പിന്നെ നമ്മളെ സൈക്കിളിൽ ബ്രേക്ക് ചെയ്ത് വെക്കുക, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, ഫണ്ണായിട്ടുള്ള കുറേ സാധനങ്ങൾ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ആൻഡ് ദെൻ നമ്മൾ ഒരു 8ാം ക്ലാസ് ആ ടൈമൊക്കെ ആയപ്പം ലൈക്ക് ശാസ്ത്രമേള കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഒന്നും കൂടി കുറച്ചും കൂടി സീരിയസ് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ തോന്നി. ആൻഡ് ഇവനാണ് എന്നോട് വന്നിട്ട് നമുക്ക് ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട് ഒരു പ്രൊജക്റ്റ് ഉണ്ട്, LDR ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഓട്ടോമാറ്റിക് ലൈറ്റ് സെറ്റപ്പ്, അത് നമ്മൾ വണ്ടികൾ പോകുമ്പോൾ ഓട്ടോമാറ്റിക് ലൈറ്റ് കത്താനുള്ളൊരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇവനാണ് എൻ്റെ അടുത്ത് വന്നത്. ഞങ്ങൾ ആ പ്രൊജക്റ്റ് ലൈക്ക് നമ്മൾ ടീമായിട്ട് ചെയ്തു. സോ അവിടെ നിന്നാണ് ബേസിക്കായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. നമ്മൾ ഈ ഒരു ഇലക്ട്രോണിക്സ് എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നത് അവിടെ നിന്നാണ്. സോ ആ പ്രൊജക്റ്റൊക്കെ നമ്മൾ യൂട്യൂബിൽ നോക്കി ചെയ്തു, അത് വർക്കായി. സോ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്, സന്തോഷമാണ്. സോ നമ്മൾ ഇതുപോലെ പിന്നെയും കുറേ പ്രോജക്ട്സ്, അതായത് നമ്മൾ ഈ ബേസിക് ട്രാൻസിസ്റ്റർ, റെസിസ്റ്റർ, അങ്ങനത്തെ കമ്പോണൻസ് യൂസ് ചെയ്തിട്ടുള്ള കുറേ ടച്ച് ഡിറ്റക്ട് ചെയ്യുന്ന കുറേ സെൻസേഴ്സ്, അതുപോലെ നമ്മൾ വയർലെസ് ആയിട്ട് കറണ്ട് ചെക്ക് ചെയ്യുന്ന സെൻസേഴ്സ്, അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ ബിൽഡ് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ദെൻ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ശാസ്ത്രമേള എന്നുള്ളതൊന്നും കൂടി ഫോക്കസ് ചെയ്ത് ചെയ്യാൻ തുടങ്ങി. നമ്മളൊരു 9ാം ക്ലാസ്സിൽ ഈ പറഞ്ഞ പോലെ ശാസ്ത്രമേളക്ക് പോയി. സോ അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ ഓൾഡ് ജേണി മാറുന്നത്. ലൈക്ക് നമ്മൾ അതുവരെ ഈ പറഞ്ഞ ബേസിക് സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതിനൊരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം വീട്ടുകാരൊരു ഫണ്ട് ചോദിക്കാൻ, ഫണ്ട് തരായിട്ടല്ല, നമുക്ക് ചോദിക്കാനൊരു ബുദ്ധിമുട്ടാണ്. വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള രീതിയിൽ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ മാക്സിമം ചിലവ് കുറച്ചിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ബിൽഡ് ചെയ്ത് തന്നെ. അപ്പോൾ നമ്മൾ ശാസ്ത്രമേളപ്പോൾ നമുക്ക് തോന്നി കുറച്ചും കൂടി നല്ല എന്തെങ്കിലും ബിൽഡ് ചെയ്യണം, എന്നാലും നമുക്ക് വിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നൽ തോന്നി. കാരണം നമ്മൾ യൂട്യൂബിലൊക്കെ കുറേ ആൾക്കാർ ആർഡിനോ ബോർഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് കുറേ സാധനങ്ങൾ ബിൽഡ് ചെയ്യുന്നത്, അത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമുക്ക് തോന്നി ആർഡിനോ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ബിൽഡ് ചെയ്യണം ശാസ്ത്രമേളക്ക് നല്ല രീതിയിൽ തോന്നി. നമ്മൾ അവിടെ നിന്നാണ് ആർഡിനോക്ക് സത്യം പറഞ്ഞ സ്വിച്ച് ആണത്. നമ്മൾ ഇപ്പം ഈ ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ പ്രൊജക്റ്റിന് കാര്യം പറഞ്ഞ പോലെയാണ് നമ്മൾ ഈ ആർഡിനോയുടെ കേസിലും കയറിയത്. ജസ്റ്റ് യൂട്യൂബിലൊക്കെ ഓലെന്താ ചെയ്യണേ അതുപോലെ കണക്ഷൻ കൊടുക്കുക, അതിൽ പ്രോഗ്രാം ഉണ്ട് നമുക്കറിയാം. സോ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുക, അങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളൊരു മൈൻഡിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ നമ്മൾ ആ ശാസ്ത്രമേളക്ക് പോയി. ശാസ്ത്രമേള നമ്മൾ ചെയ്തൊരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ യൂട്യൂബിലൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ നോക്കി നമ്മൾ അതുപോലെ സർക്യൂട്ട് ചെയ്തു. സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രോഗ്രാം നോക്കണേ. അപ്പോൾ പ്രോഗ്രാം ആ വീഡിയോൻ്റെ ഇടയിൽ ലൈക്ക് ക്ലീൻ ആയിട്ട് കൊടുത്തിട്ടില്ല. അത് നമ്മൾ എന്ത് ചെയ്ത് വേറെ ആളെ വീഡിയോ എടുത്ത് ആളെ പ്രോഗ്രാം എടുത്ത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത്. അപ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സർക്യൂട്ട് ഒരാളതും പ്രോഗ്രാം വേറെ ഒരാളതും എന്തായാലും വർക്കാവില്ല. ലൈക്ക് ഇപ്പോൾ ബേസിക്കലി പറയുമ്പോൾ നമ്മൾ ആ കോഡിൽ കൊടുത്തിരിക്കുന്നത് ഇന്ന പിന്നിൽ ഇന്ന മോട്ടർ കണക്ട് ചെയ്യണം, ആ മോട്ടർ ഇന്ന സമയത്ത് കറങ്ങണം നോക്കിയാണ്. പക്ഷേ നമ്മൾ സർക്യൂട്ടിൽ ഇരിക്കുന്ന വേറെ പിന്നിലാണ് നമ്മൾ ഈ പറഞ്ഞ കണക്ഷൻ ചെയ്തിട്ടുള്ളത്. സോ എന്താണ് സാധനം അത്ര ഫ്ലോപ്പായിരുന്നു. പക്ഷേ നമ്മൾ ആ ഒരു 2 ദിവസം ഫുള്ളി ഇരുന്ന് അതുമ്പോൾ ഫുള്ളി ട്രൈ ഔട്ട്. നമുക്ക് മെയിൻ ഇഷ്യൂ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പോണൻസ് ഒക്കെ വാങ്ങി ലൈക്ക് ഓൺലൈൻ ത്രൂ ആണ് വാങ്ങിയത്. പക്ഷേ മെയിൻ ആർഡിനോ, അതായത് ഇതിൻ്റെ ബ്രെയിൻ ആയിട്ടുള്ള ആർഡിനോ സാധനം മാത്രമേ എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ ലാസ്റ്റ് ടൈമിനാണ് ഈ ആർഡിനോയിൽ പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് വന്നത്. അങ്ങനെ കുറച്ച് പ്രശ്നമായി. ബട്ട് സ്റ്റിൽ നമ്മൾ ആ ടൈമിന് നാട്ടിൽ തന്നെ ഈ ആർഡിനോ വെച്ച് പ്രൊജക്റ്റ് ചെയ്യുന്ന ആൾക്കുണ്ടായിരുന്നു. സോ ആളായിട്ട് കണക്ട് ചെയ്തു, ആൾ കയ്യിൽ നിന്ന് സാധനം ഒപ്പിച്ചു. കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മൾ കുറേയൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത അവസാനം ഇങ്ങനെ ഒരു പ്രോജക്റ്റാണ് ചെയ്തത്. നമ്മൾ ചെയ്ത പ്രോജക്റ്റ് എന്താ വെച്ചാൽ ക്ലീനിങ് റോബോട്ടായിരുന്നു. അപ്പോൾ നമ്മളെ വീടുകളിൽ ഈ MIയിലൊക്കെ കണ്ടില്ലേ, നേരത്തെ കൂടെ ഓട്ടോമാറ്റിക്കലി പോയി അതേ ഒരു സെറ്റപ്പിൽ ഒരു ചെറിയ ബോട്ട്, അതായത് നമ്മൾ ലൈൻ ഫോളോവർ ബോട്ടാണ്. അതിന്മേൽ തന്നെ ഒരു വാക്യൂം ക്ലീനറൊക്കെ വെച്ചിട്ടൊരു സാധനമാണ് ഉദ്ദേശിച്ചത്. ബട്ട് അത് നമ്മൾ വിചാരിച്ച പോലെ വർക്ക് ആയില്ല. അപ്പോൾ ഇതാണ് ആക്ച്വലി എന്താ പറയുക സയൻസ് ഫെയറിന്റെ സമയത്ത് 8th ചെയ്യുന്ന പ്രോജക്റ്റ്. അവിടുന്ന് നമ്മൾ ലൈക്ക് ഈ നമ്മൾ മെയിൻ ഹാർഡ്വെയർ ലോകത്തേക്ക് കിടക്കുന്ന ആ ഒരു ടൈമിലാണ്. ബട്ട് അതിന് വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ, അപ്പം ആഷിഖിനെ ആ സമയത്ത് തന്നെയാണോ മീറ്റ് ചെയ്യുന്നത്? ആഷിഖ് നിഹാലിനെ മീറ്റ് ചെയ്യുന്നതും ആ സമയത്താണ്? ഐ മീൻ നിങ്ങൾ കസിൻസ് ആണ്, നിങ്ങൾ സെയിം സ്കൂളിലായിരുന്നോ? നിങ്ങൾക്ക് ഓൾറെഡി നേരത്തെ അറിയാവുന്നത് കാര്യം 8th നിങ്ങൾ ആദ്യത്തെ പ്രൊജക്ട് LDRന്റെ പ്രൊജക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഞങ്ങൾ വേറെ വേറെ സ്കൂളിലായിരുന്നു, പക്ഷേ 8th ഒരേ സ്കൂളിൽ വന്നത്. ഓക്കെ, 8th നിങ്ങൾ ഒരേ സ്കൂളിൽ വന്നിട്ടാണ് ആക്ച്വലി ഐ മീൻ അല്ലേ ചേട്ടാ അനിയ എന്നുള്ള നമ്മളിതുപോലെ ശനി ഞായർ ദിവസങ്ങളൊക്കെ ഇടയ്ക്ക് ഞാൻ അവൻ്റെ വീട്ടിൽ പോകും. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഇതേ മറ്റേ നമ്മളെ മറ്റേ ഹൈഡ്രോളിക് മറ്റേ JCB ഒക്കെ അങ്ങനത്തെ ചെറിയ സാധനങ്ങളൊക്കെ ഇതുപോലെ ക്രാഫ്റ്റ് പോലെ കുറേ സാധനങ്ങളൊക്കെ ചെയ്യലുണ്ടായിരുന്നു. ബട്ട് നമ്മൾ ഈ 8th ക്ലാസ്സിലെത്തിയപ്പോൾ ഒന്നുകൂടി ഹാർഡ്വെയർ സീരിയസ് ആയിട്ട് ചെയ്യൽ തുടങ്ങിയത്. ഓക്കെ, ആഷിഖും അപ്പോൾ പാരലി ആ സമയത്ത് വേറെ പ്രൊജക്റ്റുകൾ ചെയ്യാറുണ്ടായിരുന്നോ? അത് ഇതാണോ നിങ്ങളുടെ ഫസ്റ്റ്? നമ്മൾ അതിന് മുന്നേ പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ശനി ഞായറുകളിൽ ഞാൻ ഇവൻ്റെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വരും. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ചെറിയ സാധനങ്ങൾ ചെയ്യുന്നുള്ള മൈൻഡിലാണ്. പിന്നെ 8th ക്ലാസ്സിലെത്തിയപ്പോൾ നമ്മൾ ഒന്നുകൂടിയും ലൈക്ക് ഇതിലേക്ക് ഫോക്കസ്ഡ് ആയി ഇരിക്കൽ തുടങ്ങി. കൊള്ളാം. അപ്പോൾ അങ്ങനെയാണ് ആക്ച്വലി ആദ്യത്തെ സയൻസ് ഫെയറിന് പോകുന്നത്. ആ സയൻസ് ഫെയറിന് പോകുന്നത് 8th ക്ലാസ്സിലാണ് ആദ്യമായിട്ട് പോകുന്നത്. ഇതിന്റെ സയൻസ് ഫെയറിന് പോയിട്ട് എന്തായി? ഐ മീൻ ആ പ്രൊജക്ട് വിൻ ചെയ്തോ? പ്രൊജക്റ്റ് പറഞ്ഞല്ലോ വർക്കായില്ല. കാരണം പ്രോഗ്രാം ഒന്ന് വേറെ വേറെ ആയതുകൊണ്ട് സാധനം വർക്കായില്ല, ഫ്ലോപ്പായിരുന്നു. പക്ഷേ നമുക്ക് നമ്മൾ അവിടെ ഈ ഇവന്റിന് കൊണ്ടുവരുന്നത് നമ്മൾ ഫിസിക്സിൻ്റെ ഒരു സാറാണ്, വിനോദ് സാർ എന്ന് പറയും. സോ ആൾക്ക് മനസ്സിലായി നമുക്കിങ്ങനെ ചെയ്യണം താല്പര്യമുണ്ട്, അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ടാണെന്ന് മനസ്സിലായി. സോ ആൾ തന്നെ നമ്മളെ ഒരു ഇവൻറ്റിന് കൊണ്ടുപോയി. ഒരു നമ്മളോട് പറഞ്ഞത് 2 day വർക്ക്ഷോപ്പാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയത്. സോ അത് ക്രാഡല്ല സോറി റോട്ടക്കെറ്റ് എന്ന് പറഞ്ഞ കോഴിക്കോടിലൊരു കമ്പനി നടത്തുന്ന ഒരു ഇവൻ്റ് ആയിരുന്നു. സോ അത് സത്യം പറഞ്ഞാൽ വേൾഡ് വൈഡ് ആയിട്ട് നടക്കുന്ന ഒരു റോബോട്ടിക്സ് കോമ്പറ്റീഷൻ ഉണ്ട്. ലെഗോ കിറ്റ് നമ്മുടെ ടോയ്സ് ഒക്കെ ചെയ്യാൻ. സോ ഓരോ തന്നെ ഒരു റോബോട്ടിക്സ് കിറ്റ് ഉണ്ട്. ഏകദേശം ഒരു 50K റേഞ്ചൊക്കെ വരുന്ന ഒരു റോബോട്ടിക്സ് കിറ്റ്. അതിൽ പറഞ്ഞ പോലെ ലെഗോൻ്റെ കുറേ ബിൽഡിംഗ് ബ്ലോക്സും കാര്യങ്ങളുണ്ട്. ആൻഡ് പിന്നെ ഒരു മെയിൻ ബ്രെയിനായിട്ടൊരു മൊഡ്യൂളുണ്ട്. അതിൽ നമുക്ക് ഈ മോട്ടേഴ്സ് സെൻസേഴ്സ് കണക്ട് ചെയ്തിട്ട് സിമ്പിളി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. സോ അതിൻ്റെ ഒരു ബേസിക്സ്, അതിൻ്റെ കോമ്പറ്റീഷന് വേണ്ടി ഒരു സെലക്ഷനാണ് ഇവർ സത്യം പറഞ്ഞാൽ ഇവൻ്റ് നടത്തിയത്. സോ നമ്മളോട് 2 day വർക്ക്ഷോപ്പ് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പോയി അതിൽ ഈ പറഞ്ഞ പോലെ ബേസിക് ആർഡിനോ LED ബ്ലിങ്ക് ചെയ്യുന്ന സാധനം ഒരു പറഞ്ഞു തന്നു. എന്നിട്ട് ഒരു നമുക്ക് കുറച്ച് അധികം ഒരു LED ബ്ലിങ്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം LEDs ചെന്ന് നമ്മൾ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ അത് പെട്ടെന്ന് ചെയ്തു. സോ നമുക്ക് പിന്നെയും കോൺഫിഡൻസ് ബൂസ്റ്റ് ആയിട്ട് തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശാസ്ത്രമേളക്ക് പോയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചടച്ചു വരും. നമുക്കിതിന് നടക്കൂല, ആർഡിനോ നടക്കൂല എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു. പക്ഷേ ഇതിന് വന്നപ്പോൾ നമുക്ക് ആ മൈൻഡ് തിരിഞ്ഞുപോയി. നമുക്ക് ചെയ്യാൻ പറ്റും, കുറച്ച് നേരം ഇതുമ്മൽ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് വന്നു. ഓക്കെ, ഒരു ചെറിയ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ആക്ച്വലി ആർഡിനോ എന്നുള്ള ഐ മീൻ അങ്ങനെ ഒരു മൈക്രോ കൺട്രോളർ ഉണ്ട് എന്നൊക്കെയുള്ള യൂട്യൂബിൽ നിന്ന് തന്നെ അത് മെയിൻ എന്താ വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ചെയ്ത പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടികൾ വരുമ്പം ഓട്ടോമാറ്റിക്കലി ലേറ്റ് ഓൺ ആവുന്ന പ്രോജക്റ്റാണ് ഫസ്റ്റ് ചെയ്തത്. അതിൽ സ്ട്രീറ്റ് ലൈറ്റ് ഫുൾ ടൈം ഓൺ ആയി കിടക്കല്ലേ, അത് മാറ്റിയിട്ട് നമ്മൾ എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടികൾ അടുത്ത് കൂടെ വരുമ്പോൾ മാത്രം LED ഓൺ ആണ്. അപ്പോൾ ഞങ്ങൾ LDR യൂസ് ചെയ്തിട്ട് ചെറിയ സാധനം ചെയ്തത്. അത് സത്യം പറഞ്ഞാൽ പകൽ മാത്രം വർക്കാവുള്ളൂ. പകൽ സത്യം പറഞ്ഞാൽ സ്ട്രീറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾക്ക് മറ്റേ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഈ ആടിന് വേണം, അപ്പോൾ എക്സ്പെൻസ് കൂടുതലാണ്.
അറിയാം. അപ്പോൾ നമ്മൾ നോക്കിയ ടൈമിന് ആകെ ഒരു സെൻസർ അറിയുന്നത് അൾട്രാസോണിക് സെൻസർ ഇങ്ങനെ യൂസ് ചെയ്താൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അൾട്രാസോണിക് യൂസ് ചെയ്യണമെങ്കിൽ ഈ ആർഡിനോ വേണമെന്ന് പറയാം. സോ അങ്ങനെയാണ് ബേസിക്കലി ആർഡിനോയെ പറ്റി ആക്കുന്നത്. അതൊക്കെ ഇത് തന്നെ യൂട്യൂബ് ആണ്. കാരണം അന്നത്തെ ടൈമിന് ഈ ChatGPT അങ്ങനെ സാധനമൊന്നുമില്ല. വെറും യൂട്യൂബ്, ഗൂഗിൾ തന്നെ ഉള്ളത്. നമ്മൾ മെയിൻ ഇത് യൂട്യൂബ് തന്നെയാണ് മെയിൻ ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, അപ്പം വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നോ? രണ്ടുപേരുടെയും കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നോ ആ അല്ല, സമയത്ത്? എൻ്റെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒന്നിനും ലൈക്ക് അത് ഗെയിം കളിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യണേ. ലൈക്ക് ഞാൻ ചെറുപ്പം മുതലേ പറഞ്ഞ ഗെയിംസ് ഞാൻ കുറച്ചിങ്ങനെ കളിക്കലുണ്ട്. ഇപ്പം ഞാൻ കളിക്കലില്ല. പക്ഷേ ആ ടൈമിന് ഞാൻ ഫുള്ളി ഗെയിമിന് ഭയങ്കര ഇതായിരുന്നു. സോ ഞാൻ സത്യം പറഞ്ഞാൽ അതിന് മാത്രമേ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 7ാം ക്ലാസ് ടൈമായപ്പോൾ പിന്നെ കുറേ ലൈക്ക് അതിൽ ഈ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ചിത്രം വരയ്ക്കണ അങ്ങനത്തെ കോമ്പറ്റീഷനൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ അതിന് ശേഷം പിന്നെ ഇപ്പം നമ്മൾ ആർഡിനോ പ്രോസസ് ചെയ്തപ്പോൾ ഫോൺ യൂസ് ചെയ്ത് പ്രോഗ്രാം ചെയ്യുന്നതിനൊക്കെ കാരണം കമ്പ്യൂട്ടറിൽ ചെയ്യാൻ അറിയില്ല. കാരണം അത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം, അത് ഞങ്ങൾക്ക് അറിയില്ല. സോ ഫോൺ യൂസ് ചെയ്തിട്ട് തന്നെ ഒക്കെ പ്രോജക്റ്റ് ചെയ്യുന്നത്. അപ്പം ആർഡിനോയ്ക്കും ഫോണിലൊരു ഐഡിയ ഉണ്ടോ? ഫോണിലൊരു ഐഡിയ ഉണ്ട്. നമുക്ക് എന്താ വെച്ചാൽ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ലൈക്ക് അത് എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ ടൈമിൽ അറിയില്ല. സോ നമ്മൾ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതവിടെ എടുത്ത് വെച്ചിരിക്കുന്നതല്ലാതെ നമ്മൾ ആകെ അറിയുന്നത് കമ്പ്യൂട്ടർ ഗെയിം കളിക്കാം, ഇത്ര മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഫോൺ ആരുടെ ഉണ്ടായിരുന്നു? ഫോണ് വീട്ടിലുണ്ടല്ലോ. ഓ, വീട്ടില്. പിന്നെ ആ ടൈം ആയപ്പോൾ തന്നെ എനിക്ക് ഫോൺ ഇവനത് ഒറ്റ ഫോണാണ്. അപ്പോൾ അങ്ങനെ ഫോണ് കാര്യങ്ങൾ ടാബൊക്കെ ആയിട്ട് ചെറുപ്പം മുതലേ ഉണ്ട്. ഇതിന്റെ പിന്നെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ലിനക്സ് ആണ്. ലിനക്സിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാന്ന് ആ പറഞ്ഞാൽ സമയത്ത് ലിനക്സിലാണ്. കുറച്ച് കുറഞ്ഞ ലൈക്ക് ബിൽഡ് ആയതുകൊണ്ട് നമുക്ക് വിൻഡോസ് റൺ ചെയ്യുമ്പോൾ കുറേ ഇഷ്യൂസ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വൈറസ് ഇഷ്യൂസ്. കാരണം അപ്പൊ ഈ തന്നെ ലിനക്സിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്? അല്ലല്ല, അല്ല, നന്നാക്കാൻ വന്ന ആള് ഓക്കെ, ലിനക്സിലേക്ക് പോയത്. എനിക്കത് അറിയില്ല എന്താണെന്നൊന്നും. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നതും നിങ്ങൾ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പൊ അങ്ങനെ മറ്റേ 9th എക്സിബിഷൻ സാധനങ്ങൾക്ക് പ്രൊജക്ട് പോയി. അപ്പം നമ്മൾ ലാസ്റ്റ് നിർത്തിയത് ആക്ച്വലി ലെഗോ വർക്ക്ഷോപ്പിന് പോകുന്നു എന്നുള്ളതായിരുന്നു. ആ വർക്ക്ഷോപ്പിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ വർക്ക്ഷോപ്പ് എന്നുള്ള രീതിയിൽ പോയത്. ബട്ട് അവിടെ എത്തി നമ്മൾ ആർഡിനോന്റെ ബേസിക്സ് പഠിച്ചു. പിന്നെ നമ്മൾ ലെഗോന്റെ കിറ്റ് നമുക്ക് ഓരോ കിറ്റ് ഓരോ ടീമിന് നമ്മളൊരു 6 ടീം എന്തോ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. സോ 6 ടീമിൽ നിന്ന് ഞാനും ഇവനും പിന്നെ ഞങ്ങൾ കോളേജിൽ നിന്നല്ലേ 4 ടീമിന് കോളേജിൽ നിന്നുള്ള അല്ല സ്കൂളിൽ നിന്നുള്ള 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. സോ ഞങ്ങളിങ്ങനെ ടീമായി പോയി. ആൻഡ് അവിടെ എത്തി ഇവർ പറഞ്ഞു നമുക്ക് ഈ ലെഗോന്റെ ബേസിക്സ് പറഞ്ഞു. അത് ബ്ലോക്ക് കോഡിങ് വെച്ചിട്ടാ സിംപിളി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ വേറെ അവിടെ നിന്ന് ലാപ്പ് വാങ്ങിയിട്ടൊക്കെ നമ്മൾ പരിപാടിക്ക് പോയിരുന്നത്. സോ അതപ്പോ എന്തിനായിരുന്നു ചെയ്തിരുന്നത് ഈ ബ്ലോക്ക് കോഡിങ്? കറക്റ്റ് ഓർമ്മയില്ല. അത് ലെഗോന്റെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ആണ്. സോ അതിൽ പറഞ്ഞ ബ്ലോക്സ് വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ്. സോ അവിടെ നമ്മൾ സെക്കൻഡ് ഡേ ആയപ്പം ഇവർ പറഞ്ഞ് ഇതൊരു കോമ്പറ്റീഷൻ ആണ്. സോ കോമ്പറ്റീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പേസ് ഉണ്ട്, വലിയൊരു സ്പേസാണ്. സോ അവിടെ കുറേ ടാസ്കുകൾ ഉണ്ടാവും. അതായത് അവിടെ ഒരു ഇങ്ങനെ ബ്ലോക്ക് ഉണ്ട്, ആ ബ്ലോക്ക് നമ്മൾ മാറ്റുക. അതുപോലെ ബിൽഡിങ്സ്, അതായത് ചെറിയ ചെറിയ ഈ ബ്രിക്സ് ഉണ്ട്, ആ ബ്രിക്സ് ഇങ്ങനെ ഒരുമിച്ച് ഒരു സർക്കിളിനുള്ളിൽ കൊണ്ടുപോയി വെക്കുക. അതുപോലെ ഒരു ലെഗോ യൂസ് ചെയ്ത് തന്നെ ചെയ്തൊരു ഊഞ്ഞാല ഉണ്ട്, അത് നമ്മൾ ഈ ബോട്ട് യൂസ് ചെയ്ത് ആട്ടി കൊടുക്കും. അങ്ങനെ കുറേ ടാസ്കുകൾ ഇങ്ങനെ ഒരു ടേബിളിൽ 10 ടാസ്കുകൾ ഒരു എൻവയോൺമെന്റ് ഉണ്ട്, ആ എൻവയോൺമെന്റിൽ ഈ കൈൻഡ് ഓഫ് ടാസ്കുകളൊക്കെ ചെയ്യണം. ഓക്കെ. സോ അത് നമ്മൾ ഈ ബോട്ട് യൂസ് ചെയ്തിട്ട്, ബോട്ട് എന്നാലും ഒരു ബ്രെയിൻ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഇതിൽ മോട്ടോഴ്സ് ഫിറ്റ് ചെയ്ത് നമ്മളൊരു വെഹിക്കിൾ പോലെ ആക്കി, പിന്നെ അതിൽ ഈ പറഞ്ഞ മെക്കാനിസംസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ നീക്കാനുള്ളൊരു ലൈക്ക് കൈൻഡ് ഓഫ് ഹാൻഡ് ടൈപ്പ് സാധനം, അതുപോലെ ഈ ഊഞ്ഞാലാട്ടുള്ള സെറ്റപ്പ്, ഇതൊക്കെ ചെയ്യണം. നമുക്കൊരു ടൈമുണ്ട്. എൻ്റെ ഓർമ്മ എത്ര മിനിറ്റ് കറക്റ്റ് ഓർമ്മയില്ല, കുറേ മുന്നുള്ളതാണല്ലോ. സോ ഇത്ര ടൈമിനുള്ളിൽ മാക്സിമം ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നവർ ഇതിൽ വിൻ ചെയ്യുന്നുള്ള രീതിയിലാണ് ചെയ്തിരുന്നത്. സോ അന്നൊരു മെയിൻ ഫണ്ട്സ് ആണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1-2 ടാസ്ക് ചെയ്തു. 3 ടാസ്ക് നമ്മൾ കുഴപ്പമില്ല. അത് ബേസിക്കായിട്ട് നമുക്കിങ്ങനെ ബിൽഡിംഗ് ബോക്സ് കൊണ്ടുപോയി വെക്കുക, ഒരു ക്രെയിൻ്റെ ഒരു ലിഫ്റ്റ് വെക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ ടാസ്കുകൾ ഉണ്ടായിരുന്നുള്ളൂ. അത് 2-3 നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് സമയം ഉണ്ടായപ്പോൾ നമ്മൾ എഴുതി കുറച്ചുകൂടി ഹെവി സാധനം ചെയ്യുക എന്നുള്ളൊരു മൈൻഡായി. അങ്ങനെ നമ്മളൊരു എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഒരു കുട്ടീനെ ഊഞ്ഞാലാടുന്നൊരു സെറ്റപ്പ് ഉണ്ട്. അതായത് ജസ്റ്റ് ഒന്നുമില്ല, അവിടെ ഒരു ചെറിയൊരു ലെഗ് ഉണ്ട്, അതിങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഊഞ്ഞാലിങ്ങനെ ആടിത്തുടങ്ങും. സോ അത്ര ചെയ്താൽ മതി. പക്ഷേ ഞങ്ങൾ ചെയ്തു, അത് ഭയങ്കര സക്സസ് ആയി. ഞങ്ങൾ ഭയങ്കര സന്തോഷമായി, കാരണം വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങളത് മാത്രമേ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയി. ഞങ്ങൾ പഠിപ്പിച്ചെന്ന ഈ ട്യൂട്ടേഴ്സ് ഉണ്ട് അവിടെ, രണ്ടാൾ, സവാ സാർ, എ സാറും. സോ അവരെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇവർ കൊടുന്നു. നമ്മൾ നേരെ പോയി ഈ എന്താ പറയുക, ഇത് നമ്മളെ ഈ ഒരു ഊഞ്ഞാല എന്ന് പറയുന്ന സെറ്റപ്പ് ഇതിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പറിച്ചെടുത്ത് കൊണ്ടുപോയി. ഭയങ്കര ഫണ്ണായിരുന്നു. അപ്പം നമ്മൾ ആ സാധനം അപ്പോൾ തന്നെ ഡ്രോപ്പ് ചെയ്തു അവിടെ. കാരണം നമുക്ക് അറിയാം അത് വേറെ ആരും ചെയ്തില്ല, പക്ഷെ നമ്മൾ ചെയ്തു. ബട്ട് നമുക്കത് പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. സോ നമ്മൾ അപ്പുറത്ത് തന്നെ ഡ്രോപ്പ് ചെയ്തു. നമ്മൾ ഫൈനൽസിൽ ഈ പറഞ്ഞ എല്ലാവരും ഈ പറഞ്ഞ 3 ടാസ്ക് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങൾ 3 ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ചിലർ 2 ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു, 1 ടാസ്ക് കംപ്ലീറ്റ് ചെയ്തവരൊക്കെ ഉണ്ട്. പക്ഷെ കോമൺലി കുറേ ആൾക്കാർ 3 ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങൾ 3 ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ഒരു ടൈ പോലെ സെറ്റപ്പായി. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒരു ഏതായാലും ചെയ്തു വെച്ചല്ലേ, ഞാൻ വർക്കായാലും എന്നുള്ള ഇതിൽ ഒന്ന് റൺ ചെയ്തു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് എന്തോ അത് കറക്റ്റ് നമ്മൾ വിചാരിച്ച പോലെ ആ ടാസ്ക് 4ാമത്തെ ടാസ്ക് ആയിരുന്നു. 4ാമത്തെ ടാസ്ക് ചെയ്തു. ഞങ്ങൾ ആ ഇവന്റ് ലൈക്ക്
അൺഎക്സ്പെക്ടഡ്ലി വിൻ ചെയ്തൊരു ഇവന്റ് ആയിരുന്നു. അത് ഫസ്റ്റ് ഇവന്റും ആണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. അതായത് ഞങ്ങൾ സീറോ നോളജിൽ പോയതാ. അർഡീനോ എന്താ അറിയില്ല. അന്ന് പാളി പോയേക്കിന് ഞങ്ങൾക്കത് മടുപ്പായി. അന്ന് അങ്ങനെയാണ് ഫസ്റ്റ് ഹാക്കത്തോൺ. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ കോമ്പറ്റീഷൻ ഇത് പരിപാടി. winning ഓക്കെ, പരിപാടി. ആ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ടപ്പം എന്തായിരുന്നു സംഭവിച്ചത്? കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ലൈക്ക് മനസ്സിലായി നമുക്ക് ആടിനോ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാൻ പറ്റും മനസ്സിലായി. പക്ഷെ നമ്മൾ പഴയ പ്രോജക്റ്റ് പിന്നെ റീകോൾ ചെയ്തു. നമ്മൾ ആ ഒരു ക്ലീനിങ് സാധനം വീണ്ടും നമുക്ക് Yeah, സ്വന്തമായിട്ട് yeah, ചെയ്യണം yeah, എന്നൊരു yeah. സാധനം വന്നു. അത് പിന്നെ ഇതേമാതിരി ചെയ്തു. നമ്മൾ ഓവർ കോൺഫിഡൻസിൽ ചെയ്തു, ഫുള്ളി കത്തിപ്പോയി. ക്ലീനിങ് എന്തായിരുന്നു? ക്ലീനിങ് ബോട്ടായിരുന്നു എന്തായിരുന്നു? അതിപ്പോ നമ്മളെ MIന്റെ കുറെ സാധനമല്ലോ, ലൈക്ക് താഴത്ത് കൂടെ അങ്ങനെ ക്ലീൻ ചെയ്ത് അതേപോലെ ഒരു സെറ്റപ്പ്. നമ്മളൊരു ലൈൻ ഫോളോവർ ബോട്ട് പ്ലസ് ഒരു അൾട്രാസോണിക് വെച്ചിട്ട് ഒബ്സ്റ്റക്കിളിനെ ഡിറ്റക്ട് ചെയ്തിട്ട് മാറിപ്പോകുന്ന സെറ്റപ്പാണ് ചെയ്തത്. അതിന് മേലെ ഒരു വാക്യൂം ക്ലീനർ വെച്ചിട്ട് ഇതായിരുന്നു ബേസിക് ഐഡിയ. സോ അത് ചെയ്തു. അത് ഇതേമാതിരി ഫസ്റ്റ് ചെയ്തപ്പോൾ ഇതേമാതിരി പിന്നെ അപ്പൊ മൊത്തത്തിൽ വാക്യൂം ക്ലീനർ നിങ്ങൾ ബിൽഡ് ചെയ്യായിരുന്നു അതോ ഓൾറെഡി എന്തെങ്കിലും വാക്യൂം അല്ല ക്ലീനർ ബിൽഡ് ചെയ്തു. ബിൽഡ് ചെയ്തായിരുന്നു? ഓക്കെ, ഇതേപോലെ യൂട്യൂബ് ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്തതാണ്. ഓക്കെ. അത് പക്ഷെ അപ്പൊ തന്നെ കത്തിപ്പോയി. എന്തായിരുന്നു പറ്റിയേ? അത് ഓവർ വോൾട്ടേജ് കയറി. ഓക്കെ, നമുക്ക് അതിനെ പറ്റി ഒന്നും അറിയാം, ബേസിക് ഇലക്ട്രോണിക്സ് ഒന്നും അറിയില്ല. നമ്മള് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ നോക്കി ബിൽഡ് ചെയ്യണ്. ഈ പറഞ്ഞ നമുക്ക് അന്ന് നമ്മൾ ഫ്ലോപ്പ് മനസ്സിലായി. നമ്മൾ സെയിം വീഡിയോ അല്ലേ കണ്ടതെന്നുള്ളത്. സോ അതിവിടെ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്ത് നോക്കിയത്. പക്ഷേ ഇവിടെ ഈ ഓവർ വോൾട്ടേജ് കാരണം ഫുൾ കമ്പോണൻസ് കത്തി. ആ ബോർഡും പോയി. ഫുൾ ബോർഡ് ബോർഡും പോയി. ഫുൾ സാധനങ്ങൾ നമുക്ക് പോയി. എത്ര വോൾട്ടേജ് കൊടുക്കണമെന്ന് അറിയില്ലല്ലോ. അപ്പൊ നമ്മളെ അടുത്തുള്ള ഒരു സാധനം വെച്ചാണ് കൊടുത്ത്. അതങ്ങനെ കത്തിപ്പോയി. അന്ന് പരിചയപ്പെട്ട സവാദ് സാറും റിയാസ് സാറാണ് ഞങ്ങൾ മെയിൻ റീസൺ ഇതിലോട്ട് കടക്കാനുള്ളത്. കാരണം റിയാസ് സാറാണ് ഞങ്ങൾക്കിത് ബേസിക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തന്നത്. പിന്നെ ഇതുവരെയുള്ള എല്ലാ ഇതിലും അവരെ ഫുൾ സപ്പോർട്ട് ഉണ്ട്. അവരെപ്പോഴും കോണ്ടാക്ട് ചെയ്യും. എല്ലാ കാര്യങ്ങളും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം നടക്കുന്നത് 8ാം ക്ലാസ് 9ാം ക്ലാസ് ക്ലാസ് ആ ടൈമിൽ. ഓക്കെ, ഓക്കെ. അപ്പം ക്ലീനിങ് ബോട്ട് ഉണ്ടാക്കുന്നുണ്ട്, അത് കത്തിപ്പോയി. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് എല്ലാണ്ടൊന്നും ചെയ്തില്ല. പിന്നെ എക്സാം പിന്നെയാണ് കൊറോണ വന്നത്. കൊറോണ വന്ന് ഫുള്ളി ലോക്കായി പോയി. ആൻഡ് അപ്പൊ പിന്നെ ഞങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കണല്ലോ. സോ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. സോ അങ്ങനെ ഞങ്ങള് ഒരു പ്രോജക്റ്റ് ചെയ്തു. അന്ന് ലൈക്ക് ട്രെൻഡിങ് ആയിട്ട് കുറെ ആൾക്കാർ ചെയ്ത പ്രോജക്റ്റിൽ നമ്മൾ കൈ നീട്ടുമ്പോൾ ഹാൻഡ് വാഷ് ഓക്കെ, സെറ്റപ്പ്. സോ അത് നമ്മൾ ചെയ്തു. ആൻഡ് അതിൽ നമ്മളൊരു എക്സ്ട്രാ സാധനം ചെയ്തു. കാരണം എല്ലാവരും ഡിഫറെൻ്റ് ആയി നമ്മൾ നിൽക്കണതാണല്ലോ. സോ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് അതിൽ പുതിയ സാധനങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിച്ചു. ആൻഡ് നമ്മളൊരു ടൈമർ സാധനമൊക്കെ ആഡ് ചെയ്തു. ലൈക്ക് ഇങ്ങനെ ഒരു 20 സെക്കൻഡ് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണമെന്നുണ്ട്. സോ അതിൻ്റെ ഒരു ടൈമർ, ഒരു ക്ലോക്ക് സെറ്റപ്പ് ഒക്കെ നമ്മൾ അതിൽ ചെയ്ത് അതാണ് നമ്മൾ ഫസ്റ്റ് സ്വന്തമായിട്ട് പ്രോഗ്രാം ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ്. അതാണ് സ്വന്തമായിട്ട് പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ഓരോ സെൻസ് ഇപ്പോൾ നമ്മൾ അൾട്രാസോണിക് സെൻസറിന് അതിൻ്റെ കൂടെ എടുക്കും, അതേമാതിരി ഇങ്ങനെ വെക്കും. അങ്ങനെ ഒരു സെറ്റപ്പിൽ നമ്മൾ ഫസ്റ്റ് ചെയ്തൊരു പ്രോജക്റ്റ് അതാണ്. അന്ന് നമ്മൾക്ക് ബേസിക് ആയിട്ട് ഇപ്പം കണ്ടീഷൻ ലൂപ്പ് എന്താ ഇങ്ങനെ സാധനമൊന്നും അറിയില്ല. പക്ഷേ നമ്മൾ ഇതേപോലെ മറ്റേ കൂടെ നോക്കും, ഇതും കമ്പയർ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തു പോയ സാധനമാണ്. പക്ഷെ അത് നമുക്ക് എന്തോ ഇതിൽ നല്ല രീതിയിൽ അപ്പൊ ഇതിനപ്പൊ കമ്പോണൻസ് വേറെ വാങ്ങിച്ചോ? പുതിയത് വാങ്ങിച്ചു. ഓക്കെ, നമുക്ക് അന്ന് ഡിസ്പ്ലേ ഒന്നും യൂസ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ടൈമർ സെറ്റ് ചെയ്യണമല്ലോ. ഞങ്ങൾക്ക് അന്ന് ആകെ അറിയുന്ന സെർവോ മോട്ടറാ. അപ്പോൾ സെർവോ മോട്ടർ 180 ഡിഗ്രി തരുമല്ലോ. അത് 20 സെക്കൻഡ് രീതിയിൽ തിരിച്ച് കൊണ്ടുവന്ന് അതൊരു ക്ലോക്ക് പോലെ സെറ്റപ്പ് ചെയ്ത് ഡിസ്പ്ലേ എങ്ങനെ യൂസ് ചെയ്യുക, എങ്ങനെ കണക്ട് ചെയ്യുക. ഈ പറഞ്ഞ പോലെ യൂട്യൂബിലുള്ള ചെറിയ നമുക്ക് മനസ്സിലായോ ഒറ്റയ്ക്ക് വലിയ പ്രോജക്റ്റ് ചെയ്ത അബദ്ധമെന്ന് മനസ്സിലായതുകൊണ്ട് അത് ചെറിയ ചെറിയ സാധനങ്ങൾ അതിൻ്റെ ഇടയിൽ ചെയ്യലുണ്ടല്ലേ. ഇങ്ങനെ മറ്റേ നമ്മളെ സ്മാർട്ട് ബാസ്ക്കറ്റ് ആണല്ലോ, അടുത്ത് കൂടെ പോകുമ്പോൾ ഇങ്ങനെ തുറക്കും. അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ ഇതേപോലെ ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്ന സാധനം ഇങ്ങനെയാണ് യൂസ് ചെയ്യുക, അതിൻ്റെ പ്രോഗ്രാം ഇങ്ങനെയാണ് വരിക എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് നമുക്കിത് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റി. ആൻഡ് അത് നമ്മൾ ഈ സാർമാർക്ക് അയച്ചെടുത്തിരുന്നു. സോ ഓലും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. ആൻഡ് ഓല കോവിഡിൻ്റെ ടൈമിന് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അത് ഈ റോബോട്ടിക്സിൻ്റെ അത് A to Z കാര്യങ്ങൾ, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഉണ്ട്. അതിൽ റിയാക്റ്റിൻ്റെ ബേസിക്സ് കുറച്ച് പറഞ്ഞു തന്നു. ഞാൻ ഈ പറഞ്ഞ കുറേ സോഫ്റ്റ്വെയർസ് പറഞ്ഞു തന്നിരുന്നു. പിന്നെ 3D മോഡലിംഗ് ബേസിക്സ്, ഈ പറഞ്ഞ കോഡിംഗ് ബേസിക്സ്, ഹാർഡ്വെയർ ബേസിക്സ്, അങ്ങനെ കുറച്ച് ബേസിക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു 6 month കോഴ്സ്. 6 month കോഴ്സ്. അതായത് ആ കോവിഡിൻ്റെ ടൈം ഫുൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈനായിട്ട്. സോ അങ്ങനെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്തപ്പോൾ ലൈക്ക് ഓല് നമുക്ക് മെസ്സേജ് അയച്ചു. ആൻഡ് നമുക്ക് സത്യം പറഞ്ഞാൽ അത് അത്ര അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്നും അല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഓല് നമുക്ക് നല്ല സപ്പോർട്ടിൽ നമുക്ക് അത് ഫുള്ള് സെറ്റ് ചെയ്ത് തന്നു. ആൻഡ് നല്ല രീതിയിൽ ആ ക്ലാസ് നമുക്ക് ലൈക്ക് ഹെൽപ്ഫുൾ ആവുകയും ചെയ്തു. പിന്നീട് പിന്നെ അവന് ലാപ്ടോപ്പ് വാങ്ങി, കമ്പ്യൂട്ടർ വേഗം വാങ്ങി വന്നത് അതിനായിട്ട്. അതിനായിട്ട് ഞാൻ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ നമുക്ക് മനസ്സിലായി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. സോ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ലൈക്ക് കമ്പോണൻസ് ഒക്കെ നോക്കി അതിനുശേഷം പിന്നെ ഇതാണ് പിന്നെ യൂട്യൂബ് നോക്കി എന്തും ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ആയി. പിന്നെ ഞാൻ തന്നെ യൂട്യൂബ് നോക്കി കമ്പോണൻസ് ഒക്കെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തെടുത്തു. ഇന്ന കമ്പോണൻസ് ഇത്ര രൂപയ്ക്ക് കിട്ടും, സോ നമുക്ക് ഇത്ര ബഡ്ജറ്റിനുള്ളിൽ ഇങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ള ഒരു സാധനം. അപ്പൊ അന്ന് എവിടുന്നൊക്കെയാ കമ്പോണൻസ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ആ ടൈം പീരീഡിൽ? ആ ടൈം ആദ്യമൊക്കെ നമ്മൾ ഫുള്ളി ആമസോൺ, ഫ്ലിപ്കാർട്ട് അതൊക്കെ തന്നെ യൂസ് ചെയ്തിരുന്നത്. നമുക്ക് അറിയില്ല, അല്ലാതെ കമ്പോണൻസിനായിട്ടുള്ള വെബ്സൈറ്റുകൾ ഉണ്ടെന്നൊന്നും അറിയില്ല. ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ യൂസ് ചെയ്തിട്ടാണ് വാങ്ങിയത്. പിന്നെ ചില നമ്മുടെ നാട്ടിൽ തന്നെ ലോക്കൽ ഷോപ്പ് ഉണ്ട്, അവിടെ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം എത്തിച്ചിരുന്ന പരിപാടി കണ്ടിരുന്നു. സോ ആ ഒരു രീതിയിലാണ് അന്ന് കമ്പോണൻസും കാര്യങ്ങളും സോഴ്സ് ചെയ്തിരുന്നത്. അന്ന് ക്ലീനിങ് റോബോട്ട് കഴിഞ്ഞു, ക്ലീനിങ് റോബോട്ട് കഴിഞ്ഞു, പിന്നെ ഹാൻഡ് വാഷിന്റെ സാധനങ്ങൾ കഴിഞ്ഞു. പിന്നെ ഈ കോവിഡ് ടൈം ആയപ്പോഴാണ് മറ്റേ ഇത് വന്നത്, ഇൻസ്പയർ അവാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കോമ്പറ്റീഷൻ വന്നു.
സോ അതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ കൊടുക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഫണ്ടിങ് തരും. ആ ഒരു ഐഡിയനെ ബിൽഡ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ഒരു 10K ഫണ്ടിങ് തരുന്ന രീതിയിലൊരു ഇവന്റ് ഒരു കോമ്പറ്റീഷൻ. ഞങ്ങൾ രണ്ടാളും അതിന് അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോഴേക്കും നിങ്ങൾ ആ കോഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ലില്ല, ആ കോഴ്സ് ചെയ്യുന്നതിന്റെ ഇടയിലാണ്. ഓക്കെ ഓക്കെ. സോ ഞങ്ങൾ രണ്ടാളും ചെയ്തിരുന്നു. ഞാൻ ചെയ്തിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ടൈമിന് വാപ്പാക്ക് തുണി ഷാപ്പുണ്ട്. സോ ഞാൻ ഡെയിലി അവിടെ പോകുന്ന ഒരാളാണ്. പക്ഷേ ഈ കോവിഡിന്റെ ടൈം ആകുമ്പോൾ എന്താ വെച്ചാൽ മാസ്ക് ഇട്ടാതെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇടയിൽ വെച്ചാൽ പെട്ടെന്ന് പോലീസുകാർ വരുന്ന പിടിക്കുന്നതൊക്കെ. പിന്നെ മാത്രമല്ല ഈ അസുഖം പകരുന്ന പ്രശ്നമുണ്ട്. സോ വന്നും ചെയ്ത് വന്നും ചെയ്തു, എനിക്ക് കിട്ടും ചെയ്തു. സോ ഇങ്ങനെ ലൈക്ക് ഞാൻ എപ്പോൾ കടയിൽ പോകുമ്പോഴും ഈ മാസ്ക് എടുക്കാൻ മറന്നു പോകും. സോ ഞാൻ കരുതി ഏതായാലും ഇപ്പം ഇവരൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, അപ്പോൾ അതിനെ സോൾവ് ചെയ്യാമെന്ന് എഴുതി. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്രോജക്റ്റ് യൂസ് ചെയ്ത്, ഇപ്പം വേറൊരു പ്രോജക്റ്റ് യൂസ് ചെയ്തു. ഇതിന്റെ ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മളെ ഇപ്പം കോവിഡിന്റെ ടൈമിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആശുപത്രിയിൽ പോകാൻ പേടിയാണ്. കാരണം ഡോക്ടേഴ്സ് കോവിഡാന്നും പറഞ്ഞാണ്ട് മറ്റേ നമ്മൾ വീട്ടിൽ അടച്ചിടുന്നുള്ളൊരു പേടിയിലുകൊണ്ട് കുറേ ആൾക്കാർ പനിയാലും പുറത്തൊന്നും പറയില്ല. സോ അങ്ങനെയല്ലോ നമ്മൾ ഒരു ഡിവൈസ് പ്ലാൻ ചെയ്തു. സോ ആ ഒരു ഡിവൈസിൽ നമ്മളെ ടെമ്പറേച്ചർ സെൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുതലാണ് അപ്പോൾ തന്നെ ഡാറ്റ ഇവർക്ക് പോകും. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡാറ്റ പോകുന്ന രീതിയിൽ അത് വലിയൊരു ഇത് പ്ലാനൊക്കെ ആയിരുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ നമ്മൾ കുറച്ച് പ്രോസസ് ചെയ്യുന്നൊരു കോൺഫിഡൻസ് ഉണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നു. സോ ആ രീതിയിൽ നമ്മൾ അങ്ങനെ ചെയ്തു, അത് അപ്ലൈ ചെയ്തു. അത് ഞങ്ങൾക്ക് രണ്ടാൾക്കും ആ ഒരു 10K പ്രൈസ് കിട്ടി. അപ്പോൾ അത് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓൾറെഡി സോഫ്റ്റ്വെയർ പ്രൊജക്ട്സ് ഒക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഇപ്പം ബാക്ക് എൻഡ് എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്? ഇവൻ കുറച്ച് സോഫ്റ്റ്വെയർ ചെയ്യുന്ന ആളാണ്. സോ MIT ആപ്പ് ഇൻവെൻറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ലൈക്ക് നമുക്ക് ബ്ലോക്ക് കോഡിങ് വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് പ്രോഗ്രാം അങ്ങനെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബേസിക് ഇംഗ്ലീഷ് അറിയുന്നുണ്ടെങ്കിൽ ബ്ലോക്സ് യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്യാൻ പറഞ്ഞ MIT ആപ്പ് ഇൻവെൻറ്റർ, കോഡുലാർ എന്നൊക്കെ പറഞ്ഞ വെബ്സൈറ്റ്സ് ഉണ്ട്. സോ അതിൽ ഇവന് കുറെ ലൈക്ക് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ സാധനങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. അതിപ്പോ കോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം അതിൽ ലോജിക്ക് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അത് ലൂപ്പ് എന്താണ്, ഇഫ് കണ്ടീഷൻ എന്താണ്, കണ്ടീഷൻ എങ്ങനെ വർക്ക് ചെയ്യും, നമ്മൾ പ്രോഗ്രാം ചെയ്താൽ തന്നെ അതിലിങ്ങനെ ബ്ലോക്സ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന്. ഒരു പ്രോഗ്രാമിങ്ങിന്റെ ഒരു ലോജിക്ക് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതിൽ. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞാൽ ആ രീതിക്ക് സോഫ്റ്റ്വെയർ സൈഡ് കൂടെ ചെയ്യണമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ആക്ച്വലി. അപ്പം ആ കോമ്പറ്റീഷനിൽ നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടാണോ പോയത്, അതോ നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്തത്? കാരണം എന്താ വെച്ചാൽ നമുക്കത് 10K 20K പൈസ കയ്യിലായി. സോ ഞങ്ങൾ എന്താ വെച്ചാൽ ഓപ്പൺ ചെയ്യണോണ്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ തുടങ്ങിയത് തന്നെ മെയിൻ ഒരു റീസണും കൂടിയാണ് ഈ ഫണ്ട് എന്നുള്ളത്. കാരണം ഹാർഡ്വെയർ പ്രൊജക്റ്റ് ആകുമ്പോൾ ഫണ്ട് നല്ലൊരു പ്രശ്നമാണ്. അപ്പോൾ കമ്പോണൻസ് വാങ്ങാൻ നല്ലൊരു എക്സ്പെൻസ് ആണ്. സോ നമ്മളിപ്പം ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് പൈസ ഇട്ട് വേണം അങ്ങനെ വാങ്ങും. സോ ആ രീതിയിലാണ് ചെയ്തിരുന്നത്. സോ നമുക്ക് ഈ ഒരു ഫണ്ട് അത് നല്ല ഹെൽപ്പ് ചെയ്തു. നമ്മൾ കമ്പോണൻസ് വാങ്ങി ഈ പ്രോജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ചെയ്ത് കമ്പനിയായിട്ടാണ് ചെയ്തത്. അതായത് മാസ്കിൽ തന്നെ ഈ ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യുന്ന സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് ആണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ബേസിക്കലി വർക്കിംഗ് പറയുകയാണെങ്കിൽ അതിൽ നമ്മൾ കോമൺലി എല്ലാവരും ചെയ്യുന്ന ഒരു ഇതെന്താ വെച്ചാൽ ഇപ്പോഴത്തെ കാലത്താണെങ്കിലും ആ ടൈമിനൊക്കെ ആണെങ്കിലും എല്ലായിടത്തും ഫോണുണ്ട്. ഫോൺ നമ്മൾ എവിടെ പോകുകയാണെങ്കിലും കൊണ്ടുപോകാൻ മറക്കില്ല. ബാക്കി എന്ത് മറന്നാലും ഫോൺ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. സോ അത് നമ്മളൊന്ന് മനസ്സിലാക്കിയെടുത്തു. നമ്മൾ എന്ത് ചെയ്തു, ഫോണും ഈ മാസ്കുമായിട്ട് കണക്ട് ചെയ്തു. ആൻഡ് ദെൻ നമുക്കിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പം ഫോൺ എടുത്തിട്ട് മാസ്ക് അവിടെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണക്ഷൻ ലോസ്റ്റ് ആകും കുറച്ച് ഡിസ്റ്റൻസ് പോകുമ്പോൾ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാസ്ക് എടുക്കാതെ നമ്മൾ പുറത്തിറങ്ങി എന്നുള്ളത്. സോ നമ്മൾ അപ്പോൾ ഒരു ഫോണിലൊരു അലാറം, അതായത് ഇപ്പോൾ സോഫ്റ്റ്വെയർ ചെയ്യുന്നതാണല്ലോ, അപ്പോൾ ഇവനായ സോഫ്റ്റ്വെയറും ചെയ്ത് നമ്മളൊരു ആ ഫോണിലൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. സോഫ്റ്റ്വെയറിൽ അലാറം അടിക്കും നിങ്ങൾ മാസ്ക് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതെന്തായിരുന്നു, അപ്പം ബ്ലൂടൂത്ത് ആയിരുന്നു നിങ്ങൾ യൂസ് ചെയ്തത്? ബ്ലൂടൂത്ത് യൂസ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഇവൻ ആ സോഫ്റ്റ്വെയറിൽ ഫെയർ ബേസ് കണക്ട് ചെയ്തിട്ട് സെറ്റപ്പ് ഒക്കെ ചെയ്ത്. ഓക്കെ, അപ്പോഴേക്കും ഫയർ ബേസും സാധനങ്ങളൊക്കെ അതിനെപ്പറ്റി കുറേ ഐഡിയ. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ ആ ജേണിയിൽ പഠിക്കും. ഇങ്ങനെ ഫയർ ബേസ്, എയർ ടേബിൾ അങ്ങനെ അങ്ങനെ ഇതിനോട് പഠിച്ചു വരുന്നതാണ്. എയർ ടേബിൾ ഒക്കെ ആ സമയത്ത് യൂസ് ചെയ്യുന്നത്? അതൊക്കെ ഈ സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്തായിരുന്നു. ഓക്കെ. ജനറലി അപ്പം ഇതുപോലുള്ള സാധനങ്ങൾ ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ ഇതേപോലത്തെ കുറേയൊക്കെ ഫണ്ട് പ്രോജക്ട്സ് ആണ്, ചിലതൊക്കെ ഇപ്പം കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള കൈൻഡ് ഓഫ് സാധനമാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അപ്രോച്ച് ഓഫ് പുതിയ അടുത്തത് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇതേപോലത്തെ കൈൻഡ് ഓഫ് പ്രൊജക്ട് ഐഡിയാസ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് നിങ്ങൾക്ക് രണ്ടുപേരും കൂടെ നിങ്ങളത് ഡിസ്കസ് ചെയ്യാറുണ്ട്? എന്താ നിങ്ങളുടെ ഒരു പ്രോസസ് ആക്ച്വലി? ഞങ്ങൾ ഇപ്പോൾ ഇൻസ്പയർ അവാർഡിന്റെ കാര്യം പറഞ്ഞല്ലോ. സോ അത് വന്നപ്പോൾ നമുക്കിങ്ങനെ ലൈക്ക് ഒരു പറഞ്ഞത് തന്നെ ഇങ്ങനെ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യണമെന്ന്. നമുക്കത് സോൾവ് ചെയ്തപ്പോൾ നമുക്കൊരു ഇത് വന്നു. ലൈക്ക് ഇതിപ്പോൾ നമ്മൾ ഒരു സാധനമാക്കി അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആക്കി ആൾക്കാർക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് തോന്നി. നമ്മൾ പിന്നെ കൂടുതൽ അങ്ങനത്തെ ഇതിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഇടയിൽ പറഞ്ഞ പോലെ ഫണ്ട് പ്രൊജക്ട്സും ചെയ്യും, കാരണം നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ അത്. സോ ആ രീതിയിൽ നമ്മൾ കൂടുതലും ലൈക്ക് അങ്ങനത്തെ രീതിയിൽ ആലോചിക്കാൻ തുടങ്ങി. എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സാധനങ്ങൾ ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു സാധനം മനസ്സിൽ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം അതിലൊന്നും ഇപ്പം ഇപ്പോൾ ഉള്ള സെപ്റ്റോ അങ്ങനത്തെ ബ്ലിങ്കിറ്റ് പോലത്തെ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്. സോ അതുപോലൊരു സോഫ്റ്റ്വെയർ ഞങ്ങൾ ബിൽഡ് ചെയ്തത്. അത് ഇതേപോലെ ഐഡിയ വേറെ ആൾ പറഞ്ഞതാണ്. പക്ഷെ നമുക്കതൊരു ഇന്നോവേറ്റീവ് ആയിട്ട് തോന്നി. അതായത് ആ ടൈമിനാണ്, ആ കോവിഡിൻ്റെ ടൈമിനൊക്കെയാണ്, എനിക്കൊന്ന് 2019 18 സോ ആ ടൈമിന് ഈ ബ്ലിങ്കിറ്റ് സെപ്റ്റോ ഒന്നും ഇല്ല.
ആ ടൈമിനാണ് ഒരാൾ നമ്മളോട് പറഞ്ഞു നിങ്ങളുടെ ഐഡിയ ഉണ്ട്, നമുക്ക് സോഫ്റ്റ്വെയർ വേണം, അത് ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് ഇതേപോലെ നമ്മളൊരു ഇവന്റിന് പോയപ്പം പരിചയപ്പെട്ട ഒരാളാണ്. ഓക്കെ. സോ നമുക്കിങ്ങനെ ചെയ്യാൻ അറിയാവുന്നൊരു ഐഡിയ ഉണ്ട് ആൾക്ക്. നമുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിലും നമ്മളത് പഠിച്ചെടുത്തിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, അത് ഓക്കെ ചെയ്യാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എല്ലാത്തിനും ഒരു പ്രത്യേക കോൺഫിഡന്റ് ചെയ്യോ വർക്ക് ചെയ്യുമെന്നൊന്നുമില്ല. യൂട്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് നടക്കുന്നതാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇവനാണ് ആ സോഫ്റ്റ്വെയർ മെയിൻ ഫുൾ കാര്യങ്ങൾ മെയിനായിട്ട് ഇവനാണ് ചെയ്തതിന്. എനിക്ക് വല്ലാണ്ട് ആ സോഫ്റ്റ്വെയർ സൈഡ് വല്ലാണ്ട് അറിയില്ല. ഇതേപോലെ ഇവൻ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഒപ്പിരുന്ന് പഠിക്കുന്നില്ലാതെ വല്ലാതെ അറിയും. കൂടുതൽ ഇവൻ തന്നെ ചെയ്തത്. നമ്മളങ്ങനെ സോഫ്റ്റ്വെയർ ഒക്കെ ബിൽഡ് ചെയ്തു. ബട്ട് അത് നമുക്ക് ഒരു 1 മന്തിന് ഉള്ളിൽ നമുക്ക് കണ്ടിന്യൂ പോകാൻ പറ്റില്ല. കാരണം ആൾ വേറെ ജോബ് ചെയ്യുന്ന ആളായിരുന്നു. സോ ആൾക്കത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ബട്ട് അത് ഇപ്പം നന്നായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, നൈസ്. ഇപ്പം ഇതുപോലത്തെ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങളായിട്ട് ഇതേപോലത്തെ കുറേ ഐഡിയാസും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും ഐ മീൻ ഇൻസ്പയറിങ് ആകുകയോ അല്ലെങ്കിൽ ആൾക്കാരെ ഫോളോ ചെയ്യുകയോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? അതിൽ മെയിൻലി അറിയണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് നല്ല യൂസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ആരെങ്കിലും പിന്നെ ഇൻസ്റ്റാഗ്രാം ഒന്നുമില്ല. അപ്പോൾ യൂട്യൂബിൽ ഈ പറഞ്ഞ വീഡിയോ കാണുമ്പോൾ ഒരു മേക്കർ ക്യൂ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, യൂട്യൂബറാണ്. സോ ആൾ മെയിൻലി CNC ബേസ്ഡ് ആയിട്ട് പ്രൊജക്ട്സ് ചെയ്യണം. പക്ഷേ കൂടുതൽ ഫൺ പ്രൊജക്ട്സാണ്. കുളിപ്പിക്കുന്ന റോബോട്ട്, ഫുഡ് കഴിപ്പിക്കുന്ന റോബോട്ട്, ചായ ഉണ്ടാക്കുന്ന റോബോട്ട്, അങ്ങനത്തെ കുറേ ഫൺ സാധനങ്ങൾ ഫുള്ളി CNC വെച്ചിട്ടുള്ള കുറേ പ്രൊജക്ട്സാണ്. നല്ല അതിൻ്റെ അതിൻ്റെ വർക്കിംഗ് കാണാൻ തന്നെ നല്ല രസമാണ്. പ്രസന്റേഷൻ ആണെങ്കിലും എല്ലാം ഭയങ്കര രസമാണ്. അപ്പോൾ അതായത് ഒരു പ്രൊജക്റ്റില് ഫുഡ് കഴിക്കുന്ന റോബോട്ടാ. ആ ഫുഡ് കഴിക്കുന്ന നേരത്തെ ഇങ്ങനെ സ്പൂൺ ഇതിലൂടെ ഇങ്ങനെ പോയി. രണ്ടാമത്തെ വട്ടം പുള്ളി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് വരുന്നത്. ഓ, അങ്ങനെ എല്ലാം ഫണ്ണായിട്ട് രീതിയിൽ പ്രസന്റ് ചെയ്യുക. സോ അത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. ആ റോബോട്ടിൻ്റെ വർക്കിംഗ് കാണാനും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാനും. അപ്പോൾ നമുക്കും തോന്നി ഇതുപോലെ ഒരു വലിയ സാധനം ബിൽഡ് ചെയ്യണം. അങ്ങനെ ഒരു മൈൻഡ് നമുക്കും വന്നു. നമ്മളങ്ങനെ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അത് ആൾ തന്നെ ചെയ്ത ഒരു ചായ മേക്കർ പ്രോജക്റ്റാണ്, അത് ടീ മേക്കർ പ്രോജക്റ്റ്. സോ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു നമ്മളതായ ഒരു സാധനം കൊണ്ടുവരണം എന്നുള്ളതുകൊണ്ട് നമ്മളതിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സ് ആഡ് ചെയ്തു. ആൾ ചായ മാത്രം ഉണ്ടാക്കുന്ന ഇതിന് നമ്മൾ ചായ, കോഫി അതിൻ്റെ സോഫ്റ്റ്വെയർ അതുപോലെ ടാങ്കിൽ വെള്ളം കളിക്കുന്നത്. സോ അതൊക്കെ ഒക്കെ എടുത്തിട്ട് സെറ്റപ്പ് ഒക്കെ ചെയ്തത്. നമ്മളത് സ്റ്റാർട്ട് ചെയ്തു. ഇത് കുറച്ച് വലിയ പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഫണ്ടിങ് ഇല്ലല്ലോ. സോ നമ്മൾ കയ്യിലുള്ള കമ്പോണൻസും പിന്നെ അതിൻ്റെ ബാക്കി പാർട്സ് ഫുള്ള് നമ്മൾ സ്ക്രാപ്പ് തന്നെയായിരുന്നു. കാർഡ്ബോർഡ്, അതുപോലെ ഈ മൾട്ടിവുഡിൻ്റെ പീസൊക്കെ നമുക്ക് ആ ടൈമിന് ഈ ഷോപ്പിൽ നിന്നൊക്കെ ഒഴിവാക്കണ പീസുകളൊക്കെ ഉണ്ടാവും. ഫാബ്രിക്കേഷൻ ചെയ്യാൻ ഷോപ്പിൽ നിന്നൊക്കെ ഒഴിവാക്കണ പീസുകളുണ്ടാവും. അതൊക്കെ കളക്ട് ചെയ്തിട്ട് ഫുള്ളി നമ്മളങ്ങനെ ചെയ്ത് വന്നിരുന്നത്. നമുക്ക് ആ ടൈമിൽ 3D പ്രിൻ്റർ ഉണ്ടെന്ന് അറിയാം. പക്ഷേ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെ സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, 3D പ്രിന്റർ ഉണ്ടെന്ന് അപ്പം അറിയാം. അത് നമ്മൾ ആ മറ്റേ ഇവന്റിന് പോയപ്പോൾ ATL ലാബ് പറഞ്ഞിട്ട് ലാബിലാണ് നടന്നത്. ഈ ATL ലാബിൽ ആ ടൈം മുതലേ പ്രിന്റേഴ്സ് ഉണ്ട്. സോ അങ്ങനെ പ്രിന്റർ ഉണ്ടെന്ന് അറിയാം. പക്ഷെ അത് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാനൊരു ആക്സസ് ഉണ്ടായിരുന്നില്ല. സോ ആ രീതിയിൽ ബട്ട് നമ്മൾ ഫുള്ളി അതിങ്ങനെ ഫുള്ളി സ്ക്രാച്ചിൽ നിന്ന് അങ്ങനെ ബിൽഡ് ചെയ്ത് വന്നു. ഈ സ്ക്രാപ്പ് യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കുറേ ഫ്ലോപ്പും വന്നു. അതുപോലെ നല്ല ടൈം കൊടുത്തു. ഓക്കെ, സോ നമുക്കിതിൽ മെയിൻ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫുൾ ടൈം ഇതിൽ നമുക്ക് സ്കൂൾ അതിൻ്റെ ഇടയിൽ ഉണ്ട്. അപ്പോൾ ഒക്കെ പണം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡ്രോപ്പ് ചെയ്താണ് ചെയ്തിരുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് ആ സാധനം കംപ്ലീറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് വർക്കിംഗ് ഒക്കെ എത്തിച്ചു. നമ്മൾ അതിലാകൊരു ഇഷ്യൂ വന്നതിന് വെള്ളം ഹീറ്റ് ചെയ്യുന്ന സെറ്റപ്പ് ഉണ്ട്, ചായ ഉണ്ടാക്കണല്ലോ. അപ്പോൾ വെള്ളം തിളപ്പിക്കണമല്ലോ. അത് മാത്രം ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ ഗ്യാസ് ഡ്രോപ്പ് ചെയ്യണതാണെങ്കിലും അത് ഫസ്റ്റ് ഗ്യാസ് ഡ്രോപ്പ് ചെയ്യും, ദെൻ ഇങ്ങനെ മൂവ് ചെയ്ത് വരും, പിന്നെ വെള്ളം ഹീറ്റ് ചെയ്യും. വെള്ളം ഹീറ്റ് ചെയ്യുന്ന സാധനം വർക്ക് ചെയ്യാത്ത നമ്മൾ പുറത്തുനിന്ന് വെള്ളം ചൂടാക്കിയിട്ട് ഒഴിക്കുക ചെയ്തത്. കാരണം നമുക്ക് ഇത് നമുക്ക് ഫുൾ ടൈം ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് പിന്നീട് അപ്ലൈ ചെയ്യാൻ അറിയില്ല. സോ ഒരു ഏകദേശം വർക്കിംഗ് കണ്ടീഷനത്തെ ഒരു വീഡിയോ എടുത്ത് വെച്ച് ഓക്കെ. സോ പിന്നെ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഈ പറഞ്ഞ ചായപ്പൊടി, പഞ്ചസാര ഇങ്ങനെ ഓരോന്ന് ഡ്രോപ്പ് ചെയ്ത് ഇങ്ങനെ പോകുന്നൊരു സെറ്റപ്പിലാണ് ചെയ്തിന്. അതിന് ലാസ്റ്റ് ഒരു സ്പൂൺ ഉണ്ട്, അതിങ്ങനെ ഇട്ട് ചായ ഇളക്കും, ഇതെങ്ങനെ വരും, എന്നിട്ട് ഒരു അലാറം അടിക്കും. ഇതിന് ബേസിക് സെറ്റപ്പ്. സോ അന്നത് അങ്ങനെ ചെയ്തു. പക്ഷേ പിന്നീട് നമുക്ക് ഈ എക്സാം കാര്യങ്ങളായി നമ്മളത് ഒരു ഭാഗത്ത് എടുത്ത് വെച്ചു. പിന്നെ ഫുള്ളി സ്ക്രാപ്പ് എന്നാണല്ലോ. സോ ഈ ഫ്ലോപ്പായി പോയി. ബട്ട് അത് നല്ലൊരു ഫൺ പ്രോജക്റ്റ്. നമ്മൾ കുറേ കാര്യങ്ങൾ അതിൽ പഠിക്കാനും പറ്റി നമുക്ക്. കാരണം അതിൽ നമ്മൾ IR സെൻസറൊക്കെ യൂസ് ചെയ്തതിന് അപ്പോഴാണ് നമുക്ക് അറിയണം IR സെൻസർ ഇങ്ങനെ ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ലൈറ്റിൽ നിന്ന് വരുന്ന IR റേഡിയേഷൻസ് പറ്റിയിട്ട് കറക്റ്റ് ഡിറ്റക്റ്റ് ആവില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇനി മോട്ടോഴ്സ് യൂസ് ചെയ്യണതോ അങ്ങനെ കുറേ കാര്യങ്ങൾ അതിന് പഠിക്കാൻ പറ്റി. നല്ലൊരു ഫൺ ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് ആയിരുന്നു. ഒരുപാട് പ്രൊജക്റ്റ് ഇങ്ങനെ ഫ്ലോപ്പാണ്, പക്ഷെ എന്തെങ്കിലും കാര്യം ഫ്ലോപ്പ് ഒന്ന് പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ ആ കോവിഡിൻ്റെ ടൈമിൽ തന്നെ വേറൊരു പ്രോജക്റ്റ്, അത് ഫണ്ണല്ല, അത് വരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോജക്റ്റ്. അതെന്താ വെച്ചാൽ കോവിഡിൻ്റെ ടൈമിൽ നമുക്ക് ഈ കാർട്ട് ഉന്തി പോകാന്ന് പറയുമ്പം നമ്മളെ ഹാൻഡ് പിടിക്കുമല്ലോ. സോ നമ്മളെ ഹാൻഡിൽ നിന്ന് ബാക്ടീരിയസ് പോയിട്ട് അത് വേറെ ആളെ സെയിം കാർട്ട് പിടിക്കുമ്പം അത് പകരുന്ന പറഞ്ഞാൽ നമ്മൾ ചെയ്തതിന് ഇതാണ് ഫോളോ ചെയ്തിട്ടുണ്ട് റോബോട്ട്. ഓക്കെ, ബാക്കിൽ ഫോളോ ചെയ്ത് വരണം എന്നുള്ളത്. ഞങ്ങൾ എന്താ ഒരു വലിയ പ്രോജക്റ്റ് വലിയൊരു TV സൈപ്പിൻ്റെ വലിയൊരു ബോഡിയൊക്കെ ഉണ്ടാക്കി ഫുൾ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് മോട്ടറൊക്കെ കൊടുത്ത് ഫുൾ സെറ്റ് ചെയ്ത് ഓട്ടം നോക്കുമ്പോൾ വണ്ടി ഓടുന്നില്ല. അപ്പം അന്ന് ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നത്. ടോയ് കാഴ്സിലൊക്കെ വരുന്ന ചെറിയ ടൈപ്പ് ഒരു മഞ്ഞ ഗിയർ മോട്ടർ ഉണ്ട്, അതാണ് യൂസ് ചെയ്യുന്നത്. അതിന് അത്രയും വെയിറ്റിൽ ഓട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾക്കത് അറിയില്ലേനോ. ബട്ട് നമ്മൾ ഇങ്ങോട്ട് സൈസ് കുറച്ച് മാക്സിമം ചെറുതാക്കിയിട്ട് ചെറിയ രീതിയിൽ വർക്ക് ചെയ്യുന്ന രീതിക്കാക്കി. ബട്ട് നമ്മൾ പഠിച്ചൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിൻലി
ഇപ്പം ഇത്രയും വലിയൊരു സാധനം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടോർക്കുള്ള മോട്ടോഴ്സ് വേണം. ലൈക്ക് അപ്പോൾ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓക്കെ, മോട്ടോഴ്സ് ഉണ്ട് മോട്ടോഴ്സ് ഉണ്ട്, torque അങ്ങനത്തെ ഉണ്ട്. കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ നമ്മൾ ഫണ്ടിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ അത് ഡ്രോപ്പ് ചെയ്ത പ്രോജക്റ്റ്. അപ്പൊ നിങ്ങൾ മറ്റേ ക്ലീനിങ് റോബോട്ട് ചെയ്ത സമയത്തും മറ്റേ ഈ ആ ഈ പ്രശ്നം ഉണ്ടായില്ല? അല്ലല്ല അതിന് നമ്മൾ ചെറിയൊരു ബോട്ടായിട്ട് ചെയ്തത് ഈ പറഞ്ഞ. സോ വാക്യൂം മെഷീനും എല്ലാം കൂടെ ആ വന്നപ്പോഴത്തേക്കും വെയിറ്റ് പ്രോപ്പർ ആയിരുന്നു. വലിയ ഇഷ്യൂ ഒന്നും ഓക്കെ. ഇല്ല. വേക്യൂം മെഷീൻ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു പഴയ കുപ്പി അതിന് ചെറിയ ഹോസ് അതിൻ്റെ ഉള്ളിൽ ഓക്കെ, ചെറിയ ഓക്കെ. മിനി മോട്ടർ വെച്ചിട്ട് ചെറിയ സെറ്റപ്പ് ചെയ്യും. ചെറിയ നമ്മൾ പേപ്പറിന്റെ പീസൊക്കെ മാത്രം വലിയ കേറി ഒരു പോകുന്നത്. പ്രോട്ടോടൈപ്പ് രീതിയിൽ ചെയ്താണല്ലോ. സോ ആ രീതിയിലാണ് അന്ന് ചെയ്തിരുന്നത്. പിന്നെ അതല്ല ഈ PVC-യുടെ ഡിസൈൻ തന്നെ വെച്ചിട്ട് നീളം കൂടുതലാ. അന്ന് അങ്ങനെ കുറെ ഡിസൈനിൽ നിന്നും പ്രശ്നം വന്നാലും ഈ വളവിനും ചെരിവിനൊക്കെ പ്രശ്നം ഉണ്ടാവും. വെയിറ്റ് ബാലൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ആ ഒരു പ്രോജക്റ്റിൽ. നമ്മൾ ഫ്ലോപ്പ് ആണെങ്കിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ ഓ, പറ്റും. അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നടക്കുമ്പോഴത്തേക്കും വീട്ടുകാരൊന്നും പറയാറില്ലായിരുന്നു? ഐ മീൻ എനിവേ എന്താണെങ്കിലും രണ്ടുപേര് കസിൻസ് ആണ്. അപ്പൊ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും പൊക്കോണ്ടിരിക്കുന്നുണ്ടാകുക. അപ്പം വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ ഇതേപോലെ കുറെ ഇലക്ട്രോണിക് കമ്പോണൻസും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്, എന്തൊക്കെയോ സാധനങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ളതായിരിക്കുമല്ലോ. വീട്ടുകാർ പക്ഷെ എന്താ ഈ റിസൾട്ട് കാണുമ്പോൾ ഓൽക്കും സന്തോഷം തന്നെയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ സന്തോഷം തന്നെയാണ്. പക്ഷേ ഈ ചായന്റെ പ്രോജക്റ്റ് പോയി കുറച്ച് ഇതുണ്ടായിരുന്നു. കാരണം അത് നമ്മൾ ഏകദേശം 1 ഇയറോളം അയിമ തന്നെയായിരുന്നു. ലൈക്ക് ഇത് ചെയ്യും, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ക്ലാസ്സും കാര്യങ്ങളും വരും, അത് ഡ്രോപ്പ് ആക്കും, പിന്നെ വീണ്ടും ചെയ്യുമ്പോൾ വീണ്ടും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും, അത് സോർട്ട് ചെയ്യും, പിന്നെയും ചെയ്ത് പകുതിയാകുമ്പോൾ പിന്നെ ഇതാക്കും. അതിന് ഇത്രയും വലിയൊരു മെഷീൻ ആയതുകൊണ്ട് അത്രയും സ്പേസ് കിട്ടില്ല. ഓക്കെ. ആ ഹാ. എൻ്റെ പോയൊരു അവസ്ഥയാണ്. അതേപോലെ മറ്റേ ആ PVC-യുടെ കാര്യം പറഞ്ഞു, ഫോളോ ചെയ്യുന്ന റോബോട്ട് അറിഞ്ഞില്ലേ? എന്റെ വീട്ടിൽ തലമാര പറഞ്ഞു കഴിഞ്ഞാൽ PVC മൊത്തം തലയിലോട്ട് ഇരിക്കും. ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ വേസ്റ്റ് ആക്കണ്ടെന്നുള്ളതിൽ ഇപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ. യെസ്. അപ്പൊ അങ്ങനെയാണ് മറ്റേ 9, 10 ടൈം പീരീഡ് ഒക്കെ പോയത്. അപ്പം ഇത് കഴിഞ്ഞിട്ടാണോ നിങ്ങളപ്പം VHSCയിലേക്ക് ജോയിൻ ആ ചെയ്തത്? VHSCയിലേക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ അപ്പം ഒരു VHS അല്ല, നോർമൽ സ്കൂൾ തന്നെയാണ്, ഓക്കെ. ടെക്നിക്കൽ സ്കൂൾ. അത് അവിടെ നമ്മൾ നോർമൽ സയൻസ് സബ്ജക്റ്റിൻ്റെ ഒപ്പം ഈ ഇലക്ട്രോണിക്സ് അതുപോലെ കമ്പ്യൂട്ടർ, അതായത് നോർമൽ കമ്പ്യൂട്ടർ സയൻസ് മറ്റേ നമ്മളെ പ്ലസ് തന്നെ അതിൽ ലാംഗ്വേജ് ഉണ്ടല്ലോ, മലയാളം, ഹിന്ദി, അങ്ങനെ ലാംഗ്വേജിൻ്റെ പകരം ഇലക്ട്രോണിക്സ് ആയിരിക്കും വരും. ഇലക്ട്രോണിക്സ് എടുക്കാം എന്നുള്ള സാധനമായിരുന്നു. അപ്പൊ അതപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് അപ്പോഴേക്കും ഒന്നിച്ച് ഒരു സ്കൂളിലേക്ക് എത്തിയെന്നുള്ള? അല്ല, നമ്മൾ 8ാം ക്ലാസ് ഒരുമിച്ചാണ്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരാളെ പരിചയപ്പെടുത്തിയ വലിയ ഒരു ഇവൻറ്റ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇവൻറ്റിന് പോയിരുന്നു. സോ ആ ഒരു ഇവൻറ്റിന് ഇതുപോലെ ആ ഇവൻറ്റിന് ഞാൻ ഈ മാസ്ക് കൊണ്ടാണ് പോയത്. പക്ഷേ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ആ ഒരു ഇവൻറ്റിന് വിൻ ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാൻ അവിടെ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തു. സോ ആ ഒരു കണക്ഷൻ ആണ് പിന്നെ ആളായിട്ട് ഞാൻ ഭയങ്കര കമ്പനി ചെയ്യുന്നത്. കാരണം നമ്മൾ സെയിം മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ കിട്ടാൻ ഭയങ്കര കാര്യമാണ്. സോ നമ്മൾ ആളായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ആളാണ് ഞാൻ ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സ്കൂളുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞു. വീട്ടിൽ വെച്ചപ്പോൾ വീട്ടുകാരും നല്ല സപ്പോർട്ടായി. ഓക്കെ. സത്യം പറഞ്ഞാൽ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ നിന്നൊക്കെ 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ സ്കൂളുണ്ട്. ഓക്കെ. പക്ഷെ ഞാൻ ഇപ്പോൾ പോണത് ഏകദേശം ഒരു 60 കിലോമീറ്റർ അപ്പുറമുള്ള സ്കൂൾക്കാണ്. ബട്ട് സ്റ്റിൽ വീട്ടുകാർ കുഴപ്പമൊന്നുമില്ല, ചേർന്നോ, എൻ്റെ താല്പര്യം അതാണെങ്കിൽ ചേർന്നോ എന്ന രീതിയിൽ നല്ല സപ്പോർട്ടിൽ ചെയ്തത്. അത് അപ്പൊ മാത്രമല്ല ആഷിക്കും അങ്ങോട്ടേക്ക് വന്നു. ആശിക്കും അങ്ങോട്ട് പോയി. എനിക്ക് സത്യം പറഞ്ഞാൽ മറ്റേ സ്കൂളിലാണ് നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. ഇവിടെ മറ്റേ മാനേജ്മെന്റ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഫീസും ഉണ്ട്. ഫീസും ഉണ്ട്. ബട്ട് സ്റ്റിൽ വീട്ടുകാർ നല്ല സപ്പോർട്ടിൽ നമുക്കത് സെറ്റ് ചെയ്ത് തന്നു. ഓക്കെ. And പിന്നെ ഫുള്ള് ആ സ്കൂള് നമ്മളെ ആ ഒരു മൈൻഡ് സെറ്റേ മാറ്റി വേണമെങ്കിൽ പറയാം. മെയിൻലി അവിടുത്തെ പ്രിൻസിപ്പാൾ ഷെബീർ സാറ്, ആള് ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സ്കൂളിലേറെ നമ്മൾ ആകർഷിച്ച ആ ഒരു സാറാണ്. എന്ത് കാര്യത്തിനും ഭയങ്കര സപ്പോർട്ട്, എന്തും ബിൽഡ് ചെയ്യാൻ എന്ത് കാര്യം സപ്പോർട്ടാണെങ്കിലും മൂപ്പരതായ കുറേ ഐഡിയാസ് പറഞ്ഞുതരും. അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. മൂപ്പൻ എന്തെങ്കിലും ഇല്ല പഠിപ്പിക്കുന്നുണ്ടോ? പ്രിൻസിപ്പാളായിട്ട്. ഓക്കെ. ഇടയ്ക്ക് CS എന്താ പഠിപ്പിക്കായിരുന്നു ചില സമയത്ത്. ഓക്കെ. ഇപ്പൊ മൂപ്പൻ എങ്ങനെ നിങ്ങളെ പരിചയപ്പെട്ടെ? ഞാൻ സ്കൂളിൽ വന്നതിന് ശേഷം അങ്ങനെ പരിചയം. സ്കൂളിൽ വന്നതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതൊക്കെ ഇത്രയും അറിയാം? ദൂരം നിന്ന് വരുന്ന സാറിന് അറിയാം. ഓൽക്കൊരു ഇന്റൻഷൻ ഉണ്ടായിട്ടാണ് ഓർ ഇത്രയും ദൂരം നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് വരുന്ന സാറിന് അറിയാം. സോ ആള് നമ്മളായിട്ട് നല്ല കണക്റ്റഡ് ആയിരുന്നു. നമ്മൾ മറ്റേ സ്കൂളിൽ ചേരാൻ പോയപ്പോൾ സാറ് ചോദിച്ച്, പ്രിൻസിപ്പാളിനെ കാണുന്നത് സംസാരിക്കണല്ലോ, സാറ് ചോദിച്ച് ഇത്രയും ദൂരത്തുനിന്നാണ് വരുന്നത്, ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ വരില്ലേ, ആ രീതിയിൽ പ്രിൻസിപ്പാളിന് ചോദിച്ച്. പിന്നെ അന്ന് ആ ഒരു സമയത്ത് ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങളെ പോലത്തെ കുറെ മേക്കേഴ്സ് അവിടെ വന്നത്, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടീം ഉണ്ടായിരുന്നു ആ സമയത്ത്. നമ്മളൊരു 8 ആളോളുള്ള ഒരു ഇപ്പൊ എന്താ പറയുക, ഈ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള പീപ്പിൾ എന്ന് പറയല്ലോ. സോ അങ്ങനെ ഒരു ടീമായിട്ട് ഭയങ്കര ഇതായിരുന്നു. ഓരും അവിടുന്ന് അടുത്തുള്ളവരായിരുന്നു, അതോ ഇതേപോലെയൊക്കെ തന്നെ അല്ല, ട്രാവൽ? നമ്മളൊപ്പം തന്നെ, അതായത് നമ്മൾ നിലമ്പൂർ എന്ന സ്ഥലത്ത് നിന്നാണ്. അവിടെ നിന്ന് തന്നെ ഉള്ളൊരു ഏകദേശം 8 ആളോളം നമ്മളുണ്ടായിരുന്നു. കുറച്ച് അപ്പുറമുള്ള വേറെ കുറച്ച് ചെക്കന്മാരൊക്കെ ആയിട്ട് അങ്ങനെ നല്ല ലൈക്ക് ഇതിന് താല്പര്യമുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യണം അങ്ങനെ താല്പര്യമുള്ള കുറേ ചെക്കന്മാരുണ്ടായിരുന്നു. ആൻഡ് സാറും ഇത്ര സപ്പോർട്ട് ആയതുകൊണ്ട് നമുക്ക് കുറേ സാധനങ്ങൾ ചെയ്യാൻ പറ്റി. യെസ്. എന്നിട്ട് എന്താണ് വന്നിട്ട് ഹയർ സെക്കൻഡറി സംഭവിച്ച? അതിൽ മെയിൻലി സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാറ് നമ്മളെ ചെന്ന ടൈമിൽ നമുക്ക് ഈ 3D പ്രിന്റിനെ പറ്റിയൊക്കെ ചെറുതായിട്ട് അറിയാലോ. അപ്പോൾ നമ്മൾ സാറിനോട് ചോദിച്ചു, കാരണം നമ്മളെ അടുത്തുള്ള സ്കൂളിൽ AT ലാബ് ഉണ്ട് പറഞ്ഞു. സോ അവിടെ പ്രിൻ്ററൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ടെക്നിക്കൽ സ്കൂളാണ്, ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള നമ്മൾ സാറോട് ഇങ്ങനെ ചോദിച്ചു, സാർ ഇവിടെ ഇങ്ങനെ 3D പ്രിൻ്റർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ സാർ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ വരുമ്പോഴത്തേന് ഞാൻ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഓ. നമ്മൾ ചെന്ന് എനിക്ക് തോന്നുന്നു ഒരു 1 month 2 monthന്റെ ഉള്ളിൽ തന്നെ നമ്മുടെ സ്കൂളിൽ ഒരു 3D പ്രിൻ്റർ വന്നു.
ആൻഡ് പിന്നെ ഫുള്ളി അയിമ തന്നെയാണ്, അയിമ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു. ആൻഡ് പിന്നെ കുറെ 2-3 പ്രോജക്റ്റ് നമ്മൾ അയിമ തന്നെ റോബോട്ടിക്. സാധാരണ ഇങ്ങനെ സ്കൂളിലൊക്കെ ഇങ്ങനത്തെ പ്രിന്റേഴ്സോ ലാബൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെങ്കിലും അതിനകത്തേക്ക് കയറാനോ തൊടാനോ ഒന്നും പറ്റാത്തുള്ള പക്ഷെ ഇവിടെ ഫുള്ള് ഫ്രീ ആയിരുന്നു. ഇത് സാറ് സത്യം പറഞ്ഞാൽ നമുക്ക് വാങ്ങി തന്ന പോലെയാണ്. ഇത് പ്രിൻസിപ്പൾ റൂമിലായിരുന്നു വെച്ചേ. പക്ഷെ നമുക്ക് എപ്പോ വേണമെങ്കിലും കയറി ചെല്ലാം. നോർമലി ഒരു സ്കൂളിൽ ഇപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ റൂമൊക്കെ എപ്പോഴും കയറി ചെല്ലില്ലല്ലോ. ഇത് ഞങ്ങൾ സ്വന്തം വീട് പോലെ, അല്ലെങ്കിൽ സ്വന്തം ക്ലാസ് റൂം പോലെ ഇങ്ങനെ കയറി ഇറങ്ങും, അങ്ങനെ സെറ്റപ്പ് ആയിരുന്നു. സാറിന് അത് പ്രശ്നമില്ല, സാറും ലൈക്ക് ഇതിന് ഭയങ്കര താല്പര്യം ആയതുകൊണ്ട്. സോ അങ്ങനെ സാറ് ഒന്നാമത് റൂമിലൊക്കെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞങ്ങൾ ക്ലാസ് ടൈമിൽ ഇന്റർവെല്ലിൽ വരും, പ്രിന്റിനിടും. കാരണം ഇത് കുറേ ടൈം എടുക്കുമല്ലോ പ്രിന്റ് ചെയ്യാൻ. പ്രിന്റിനിടും പോവും. അപ്പോൾ പ്രിന്റ് കഴിഞ്ഞത് ഓഫ് ആക്കി നിൽക്കുന്ന സാറ് റൂമിൽ വെച്ചിട്ട്. സോ അങ്ങനെ എന്നിട്ട് അവിടുന്ന് എന്തൊക്കെ കൈൻഡ് ഓഫ് പ്രൊജക്ട്സ് ആയിരുന്നു? അവിടുന്ന് ഇപ്പം നിങ്ങളപ്പോൾ ഒരു 8 പേരുള്ള ടീമൊക്കെ ആയിരുന്നു. 8 പേരുള്ള ടീമായി. അതിൽ ഞങ്ങളൊരു 3-4 പേര് മെയിനായിട്ട് ഇതിൽ കുറച്ച് കാലമായിട്ട് പ്രൊജക്ട് ചെയ്യണം, ഒരു 3-4 ആൾക്കാരുണ്ടായിരുന്നു. സോ അവിടുന്ന് മെയിൻലി ചെയ്തത് റോബോട്ടിക് ആം അല്ലേ, റോബോട്ടിക് ആം ചെയ്തു. ഞാൻ ചെറിയൊരു റോബോട്ടിക് ആം ചെയ്തു. ഇതാണ് 3D പ്രിന്റ് കിട്ടുന്നത്. അപ്പോഴാണ് ഈ റോബോട്ടിക് ആമൊക്കെ 3D പ്രിന്റ് ഇല്ലാതെ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ്. അപ്പൊ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതപ്പോ എത്ര ആക്സിസിന്റെ റോബോട്ടിക് ആമായിരുന്നു? 4x. നമ്മൾ മറ്റേ ആഗസ്റ്റ് 15 കൊടി ഇങ്ങനെ വീശാൻ വേണ്ടിയിട്ട് അത് അത്യാവശ്യം പിന്നെ സാറ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് താഴത്തെ ഒരു ക്ലാസ് റൂം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾക്ക് 3D പ്രിന്ററും ബാക്കി കോമ്പോണൻസ് എല്ലാം സാറ് മേടിച്ചു തന്നു. നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന് ചോദിച്ച് ഞങ്ങൾക്ക് ഒരു പേപ്പർ തന്ന്. ആ പേപ്പറിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം എഴുതി, അതെല്ലാം സാറ് മേടിച്ചെന്നൊരു ലാബ് സെറ്റപ്പ് ആക്കി ഒരു ക്ലാസ് റൂമിനെ മാറ്റി സാറ്. സോ നമുക്ക് എന്താ വെച്ചാൽ എപ്പോഴും ആ ലാബ് ഇപ്പം നമ്മൾ ഈ തിങ്കർ സ്പേസ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സ്പേസ് ബിൽഡ് ചെയ്തെന്ന് ഈ പറഞ്ഞ പോലെ കമ്പോണൻസ് ആണെങ്കിലും പ്രിന്റേഴ്സ് ആണെങ്കിലും എല്ലാ കമ്പോണൻസിലും സ്പേസ് ബിൽഡ് ചെയ്യുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ കയറാം. അതിന് ചാവി ഞങ്ങളെ കയ്യിൽ തന്നെയാണ്. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് കയറാം. ലൈക്ക് ഇപ്പോൾ സ്കൂളിൻ്റെ തൊട്ട് ബാക്കിലാണ് ഈ ബിൽഡിംഗ് വരുന്നത്. സോ സ്കൂൾ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആക്സസ് ചെയ്യാൻ നല്ല രീതിയിൽ ഞങ്ങൾ ചില ദിവസങ്ങൾക്ക് അവിടെ നിന്നിട്ട് സാധനം ചെയ്യാൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി ടീച്ചേഴ്സ് ഒന്നും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു? ഇല്ല നമ്മള് സെക്യൂരിറ്റിന്റെ കയ്യിൽ പോകുമ്പോൾ തക്കോലോട്ട് സെക്യൂരിറ്റി ടീച്ചേഴ്സ് നല്ല സപ്പോർട്ട് ആയിട്ടുള്ള കുറെ ടീച്ചേഴ്സും ഉണ്ടായിരുന്നു അവിടെ. ഇങ്ങനെ ചെയ്യാം, ലൈക്ക് ഇങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുതരാനൊക്കെ കുറെ ടീച്ചേഴ്സും കാര്യങ്ങളും അതുകൊണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ ഫണ്ടമെന്റൽസ് ക്ലിയർ ആക്കി. അപ്പൊ അവിടുന്ന് നിങ്ങളെ ഒന്നിച്ച് കോമ്പറ്റീഷൻസിനൊക്കെ എന്തെങ്കിലും പോകുമായിരുന്നോ? അവിടുന്ന് പോക്കുണ്ടായിരുന്നു. അവിടുന്ന് മെയിൻലി പോയത് എനിക്ക് തോന്നുന്നത് സിൻറോബോട്ടിക്സ് എന്നൊരു കമ്പനി ഉണ്ട് ഇവിടെ എറണാകുളത്ത് തന്നെയുള്ള. സോ അവരുടെ ഒരു കോമ്പറ്റീഷൻ മെട്രോ സ്റ്റേഷനിൽ ഓരോ സ്റ്റേഷനിൽ ഓരോ ഇവന്റ്സ് വെച്ചിട്ട് ഒരു അടിപൊളി കോമ്പറ്റീഷൻ നടത്തിയിരുന്നു. സോ അതിന് ഇതേവരെ ഞങ്ങളൊരു മെമ്മറൈസിങ് റോബോട്ട് ചെയ്തിരുന്നു. സോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമ്മളെ ഷോപ്പിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റോബോട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ വീട്ടിൽ ഒറ്റക്കാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇതൊരു ഫോൺ യൂസ് ചെയ്ത് വൺ ടൈം നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാത്ത് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ അതിന് കൺട്രോൾ ചെയ്തിട്ട് ഒരു കടയ്ക്ക് പോകാനാണെങ്കിൽ ആ കടയ്ക്കുള്ള പാത്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം മതി, അവിടെ പോയി തിരിച്ചു വരുന്ന രീതിയിൽ ഒരു മെമ്മറൈസിങ് സെറ്റപ്പിൽ റോബോട്ട് ചെയ്തിരുന്നു. സോ അത് ചെയ്തു. ആൻഡ് അതിൽ നമ്മൾ ആ ഒരു ഇവന്റ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്തു ആ ഒരു ഇവന്റിൽ. ആൻഡ് പിന്നെ നമ്മൾ മെയിൻലി ശാസ്ത്രമേള അതൊക്കെ തന്നെയായിരുന്നു. ശാസ്ത്രമേളക്ക് പോയി. ആൻഡ് ശാസ്ത്രമേളയിൽ നമ്മൾ അന്നൊരു ഫൺ സാധനം ചെയ്തത്. ഫണ്ണല്ല, ബട്ട് അതൊരു ഫണ്ണ് പോലെയാണ്. അങ്ങനെ അത് നമ്മളെ കുടുംബക്കാർ പറഞ്ഞൊരു ഐഡിയ ആണ്. ലൈക്ക് നമ്മളെ എൻ്റെ ഒരു കസിനല്ല, അങ്ങനെ പറഞ്ഞുതരാം, ഒരു അമ്മായി എന്ന് പറയാം. സോ ആളെ നമ്മളോട് പറഞ്ഞ അത് നമ്മളോട് കളിയാക്കി പറഞ്ഞ പോലെ പറഞ്ഞാണ്. സ്റ്റിൽ നമ്മളതൊരു ഇതാക്കി എടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടുമ്പുറമാണ്. സോ അവിടെ എല്ലാവരും ഈ കോഴിക്കളൊക്കെ വളർത്തുന്ന ഒരു സ്കീമുണ്ട്. സോ ഈ കോഴിക്കളെ വളർത്തുമ്പോൾ മെയിൻ ഇഷ്ടം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കൂട് അടക്കാൻ മറന്നു പോകും രാത്രി ടൈം ആകുമ്പോൾ. ഇത് അടച്ചിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കോഴിക്കൾ പുറത്തിറങ്ങി പോകും, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ജന്തുക്കൾ വന്നിട്ട് ഇതിനുള്ളിൽ കയറും. ഇത് മറക്കുക എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അതേപോലെ നമ്മൾ ഇപ്പോൾ എങ്ങോട്ടേലും വിരുന്ന് പോകുക, അതായത് നമുക്ക് വേറെ വീട്ടിലേക്ക് ഇപ്പം കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി പോകാന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. കാരണം ഇത് അടക്കാൻ അതിനൊന്നും ആളില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നമ്മളോട് പറഞ്ഞു. അപ്പോൾ നമ്മളതൊരു എന്താ പറയുക, ഒരു ചലഞ്ച് പോലെ എടുത്തിട്ട് നമ്മളത് ബിൽഡ് ചെയ്യാമെന്ന് തോന്നി. നമ്മൾ ശാസ്ത്രമേളക്ക് സത്യം പറഞ്ഞാൽ അത് നമുക്ക് സാറിങ്ങനെ ചോദിച്ചാൽ നമ്മളോട് ശാസ്ത്രമേളക്ക് ഇങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ, നല്ലൊരു സാധനം ബിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഞങ്ങളുടെ അടുത്ത് ആകെയുള്ള ഐഡിയ ഇതാണ്. കാരണം എന്നോട് പറഞ്ഞ ഐഡിയ ഓർമ്മയിലുണ്ട്. സോ നമ്മളത് സാറടുത്ത് പറഞ്ഞു. ഈ സാറ് അതിൽ ഒരു വേറെ വലിയൊരു സാധനം പറഞ്ഞു ഞങ്ങൾക്ക്. ആ ടൈമിന് അതിൻ്റെ ഒരു എനിക്കൊന്ന് 1 month 2 month മുന്നേ ഒരു ഇൻസിഡൻറ്റ് ദുബായിലുണ്ടായിരുന്നു. അതായത് ബസ്സിലൊരു കുട്ടി ഉറങ്ങിപ്പോയി. ബസ്സിൽ കുട്ടികളൊക്കെ ഇറക്കി, ബട്ട് ഈ ഒരു കുട്ടി മാത്രം ബസ്സിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ഡ്രൈവർ അതാണെങ്കിൽ ശ്രദ്ധിക്കാതെ ഫുള്ളി ലോക്ക് ചെയ്തിട്ട് ഫുള്ളി ഗ്ലാസ്സൊക്കെ അടിച്ച് പോയി. ആ കുട്ടി ശ്വാസം കിട്ടാതെ മരിച്ചു സിറ്റുവേഷൻ ഉണ്ടായി. സോ ഈ ഒരു സെയിം നമ്മൾ കോഴിക്കോട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൗണ്ടിങ് സിസ്റ്റമാണ്. സോ നമ്മൾ വീട്ടിൽ എത്ര കോഴിക്കളുണ്ട് അത് കൗണ്ട് ചെയ്യും. ഇതിന് നമ്മൾ ഒരു ടൈമറും കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ടൈം ആകുമ്പം ഈ കൂട് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും, ഇഫ് നമ്മൾ ആ ഒരു എല്ലാ കോഴിക്കും കയറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ കൂട് ക്ലോസ് ചെയ്യുള്ളൂ സെറ്റപ്പിലാണ് ചെയ്തിരുന്നത്.
സോ ഈ സെയിം ഒരു കൗണ്ടിങ് സിസ്റ്റം നമ്മൾ ഈ ബസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്ത് അടിപൊളിയായി ചോദിച്ചു. അതായത് ബസ്സിൽ നിന്ന് ഈ ആൾ ഓക്കെ, എത്ര പേര് ഇറങ്ങി പോകുന്നുണ്ട്, എത്ര പേര് തിരികെ അപ്പൊ മനസ്സിലാക്കാൻ പറ്റും. ആ ഓക്കെ. കൗണ്ട് 0 ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡോർ അടക്കാൻ പറ്റുള്ളൂ എന്നുള്ള സെറ്റപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇത്രയും വലിയ ഇക്കളെ ജീവൻ മനുഷ്യന്മാരുടെ ജീവനാണ്. സോ ആ രീതിയിൽ സാറ് പറഞ്ഞപ്പോൾ നമ്മളത് ഒരു പ്രോജക്റ്റ് ആക്കി ചെയ്തു. അതിൽ നമ്മൾ സബ് ജില്ലയിൽ നിന്ന് വിൻ ചെയ്ത് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് തന്നെ ഇതായിട്ടൊന്നുമില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ആ ഒരു പ്രോജക്റ്റ് ടാക്കിൾ ചെയ്തെടുക്കാൻ പറ്റി. ഓക്കെ, കോഴിക്കോട് ചെയ്തായിരുന്നു എന്നിട്ടത്? കോഴിക്കോടായിട്ട് ചെയ്തിരുന്നത്. കോഴിക്കോടായിട്ട് ചെയ്തത്, പക്ഷെ പറയുമ്പോൾ രണ്ടും പറയും. ഓക്കെ, രണ്ടും പറയുന്നത്. സെയിം വർക്കിംഗ് ആണ്. എന്നിട്ട് മറ്റേ അമ്മായിക്ക് അത് കൊടുത്തായിരുന്നോ കോഴി? ഇല്ലില്ല, കൊടുത്തിട്ടില്ല. കാരണം അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമ്മൾ പ്രോട്ടോടൈപ്പ് എന്നുള്ള രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പ്രാക്ടിക്കലി പോസിബിൾ ആക്കുമ്പോൾ നല്ല എക്സ്പെൻസ് വരും. സോ അത്രയും എക്സ്പെൻസുള്ള സാധനം ഒരു വലിയ കോഴിക്കോടിന്റെ വാതിൽ അടക്കിയാ തുറക്കാനൊക്കെ. സോ അത് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് ഇതായി തോന്നി. സോ ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാന്ന രീതിയിൽ ഇതായിട്ട് ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അപ്പം നിങ്ങൾ എഞ്ചിനീയറിങ്ങിന്, അപ്പം എഞ്ചിനീയറിങ്ങിന് അപ്പം എന്തെടുക്കണം എന്നുള്ളായിരുന്നു അപ്പം താല്പര്യം? അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട്, ലൈക്ക് ഇലക്ട്രോണിക്സ് എടുക്കാം. ലൈക്ക് ഇതിൽ നമുക്ക് നമ്മളൊരു ടേസ്റ്റ് അതാണെന്ന് നമുക്ക് അറിഞ്ഞില്ല, നമ്മളൊരു പാഷൻ അതാണെന്നല്ല. സോ നമുക്ക് ആ ഒരു മേഖലയ്ക്ക് തന്നെ പോവാന്നുള്ളത് മനസ്സിലായി. ബാക്കിയുള്ളവരൊക്കെയോ? അപ്പം നിങ്ങളൊരു 8-9 ആൾക്കാരില്ലായിരുന്നു? ഓരോരുത്തരും ഓരോ ലൈക്ക് കോളേജാണ് അലോട്ട്മെന്റ് കിട്ടിയതിനനുസരിച്ചാണ്. സോ ഓരോരുത്തർ അതാണ് ഞങ്ങളെ കേസിൽ ഇപ്പോൾ അതാ പറ്റി പോയത്. എല്ലാവരും പല കോളേജിലേക്ക് മാറി. ഈ മൂന്നാറെത്തി, ഓൻ കരുനാപ്പള്ളിയിലെത്തി. ബാക്കിയുള്ളവർ പിന്നെ മറ്റേ ആലപ്പുഴ പഠിക്കുന്നവരുണ്ട്, ഒരുത്ത അതിൻ്റെ ഇടയ്ക്ക് UK പോയി പഠിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ഇതേ ഏരിയ തന്നെ, എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് ഏരിയ തന്നെ, എല്ലാവരും എഞ്ചിനീയറിംഗ് തന്നെ. സോ അങ്ങനെ എല്ലാവരും സ്പ്ലിറ്റായി. ബട്ട് സ്റ്റിൽ ഞങ്ങൾ ഇപ്പോഴും ലൈക്ക് ഭയങ്കര ഓപ്പൺ പ്രൊജക്റ്റ്, ഞങ്ങളിപ്പോൾ വേറെ ഒരുത്തിനെ ഇടയ്ക്കുണ്ടാകാറുണ്ട്. സോ അങ്ങനെ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ പ്രോജക്റ്റ് ഒപ്പം തന്നെ ചെയ്യാറ്. നമുക്ക് ആ ഒരു ടീം പിന്നീട് കിട്ടിയിട്ടില്ല. ലൈക്ക് നമ്മൾ ആ 8 ടീം പോലെ അതുപോലെ ഒരു ടീം പിന്നെ കോളേജിൽ എത്തിയിട്ട് സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. യെസ്. അപ്പം മറ്റേ എന്താ പറയുക, സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കുള്ള ഡിഫറൻസ് എന്തായിരുന്നു? ഐ മീൻ കോളേജ് ആകുമ്പോഴത്തേക്ക് കുറേ കൂടെ ആക്സസറീസും സാധനങ്ങളും വലിയ ലാബുകളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കോളേജ് സംബന്ധിച്ച് ഞങ്ങളുടെ കോളേജിന്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ നമ്മൾ ആ സ്കൂളിൽ നിന്ന് വന്നുകൊണ്ട് ആ സ്കൂളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്രയും ബാക്കി സ്കൂളിലും സത്യം പറഞ്ഞാൽ അത്ര ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. ബട്ട് സ്റ്റിൽ നമ്മൾ നമ്മൾ പഠിച്ച ഈ സ്കൂളാണല്ലോ, സോ ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറൻസ്. കാരണം സ്വന്തമായിട്ടൊരു ലാബ്, എപ്പോൾ വേണേ വരാം പോവാം. കമ്പോണൻസ് ആണെങ്കിലും കോളേജിൽ പറഞ്ഞാൽ അവിടുത്തെ ഈ സിലബസിലുള്ള ലാബ് ചെയ്യാനുള്ള കമ്പോണൻസും ഉണ്ട്, അതിനുള്ള CRO അങ്ങനത്തെ എക്യുപ്മെന്റ്സും ഉണ്ട്. അല്ലാണ്ട് നമ്മൾ ഈ പ്രിന്ററോ അല്ലെങ്കിൽ ആടിനെ പോലത്തെ ബോർഡുകളോ അങ്ങനത്തെ സാധനങ്ങളൊന്നും കോളേജിലില്ല. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ആ സ്കൂളിൽ നിന്ന് പോയോണ്ടായിരിക്കാം ലൈക്ക് അതൊരു കുറവായി തോന്നി. പിന്നെ ഈ പറഞ്ഞ പോലെ ലൈക്ക് മൈൻഡഡ് ആൾക്കാരില്ല എന്നുള്ളതും ഒരു ഇതായി തോന്നി. ഞങ്ങൾ അത്രയും ടീം ഒരേപോലത്തെ മൈൻഡ് സെറ്റ് ഞങ്ങൾ എൻജോയ് ചെയ്തിരുന്ന 2 വർഷം. പെട്ടെന്നാണ് പോയപ്പോ ഒരു എന്തോ ഭയങ്കര ഗ്യാപ്പ് ഫീൽ ചെയ്തത്. ഇപ്പം നിങ്ങൾ ആ 8 പേര് കുറെ പേര് അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്ന സെറ്റ് ഓഫ് ആൾക്കാരായിരുന്നല്ലോ. അപ്പം ബാക്കി ക്ലാസ്സിലുള്ള ആൾക്കാരൊക്കെ എന്തൊക്കെയാ പരിപാടികൾ? കോളേജിലോ അല്ലെ സ്കൂളിൽ? ലൈക്ക് ഓരോ ലൈക്ക് വേറെ കോളേജ് സ്കൂളിൽ നിന്നും കിട്ടാത്തതുകൊണ്ട് ഇവിടെ മാനേജ്മെന്റ് സ്കൂളാണല്ലോ. അല്ല, നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് അവരെന്തെങ്കിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക പരിപാടികൾ? അങ്ങനെ കുറെ ആൾക്കാർ ചെയ്തിട്ടൊക്കെ ഉണ്ട്. നമ്മൾ തന്നെ സെഷൻ ചെയ്ത് കൊടുക്കുന്ന പരിപാടി സ്കൂളിൽ ഇങ്ങനെ ആർഡിനോന്റെ ബേസിക് സെഷൻസ് ഒക്കെ ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ പുതിയ വരുന്ന സ്റ്റുഡൻസിനൊക്കെ അലുമിനീസ് വന്ന് ക്ലാസ് എടുത്ത് കൊടുക്കും. റോബോട്ടിക്സ് അവിടെ സ്കൂളിൽ തന്നെ. അപ്പൊ നിങ്ങളും അങ്ങനെ പോയി? ഞങ്ങൾ പുറത്തും പോയി ക്ലാസ് എടുത്തെടുക്കുന്ന പരിപാടി. അത് അവിടെ ആരും അങ്ങനെ വന്നായിരുന്നു. അതായത് പുള്ളിയുടെ അച്ഛന് ഏതോ ഒരു സ്കൂളിൽ മാഷാണ്. പുള്ളി ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് അവിടെ ക്ലാസ് എടുപ്പിച്ച് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് മൂപ്പര് ആ സാറും വന്നിരുന്നു. അപ്പൊ സാറിന് ആ ക്ലാസ് ഇഷ്ടപ്പെട്ടു. സാറ് സ്കൂളിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഫുൾ സാറ് ഫണ്ടിങ്ങിൽ തന്നെ സാറ് ഞങ്ങൾക്ക് പൈസ ഒക്കെ തന്നതിന് അങ്ങനെ നല്ല ഇതിൽ ചെയ്ത്. അപ്പൊ എന്നിട്ട് എഞ്ചിനീയറിംഗിന് വന്നിട്ട് ഇപ്പൊ എന്തൊക്കെയാണ് പരിപാടികൾ? എഞ്ചിനീയറിംഗിന് വന്നിട്ട് ഒന്നാമത് എഞ്ചിനീയർ KTU സിലബസ് ആണ്, കുറച്ച് ഹെവി ആണ്. കുറേ അസൈൻമെന്റ്സ് ഇതൊക്കെ തന്നെയാണ് മെയിൻ. ബട്ട് സ്റ്റിൽ നമ്മൾ കിട്ടുന്ന കേബിളിലൊക്കെ മാക്സിമം ഇങ്ങനത്തെ സാധനങ്ങൾ ബിൽഡ് ചെയ്യാനും ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനങ്ങൾ നോക്കുന്നുണ്ട്. ഇപ്പം യൂസ്ലെസ് പ്രോജക്റ്റിന് ബിൽഡ് ചെയ്തത് ആക്ച്വലി ഒരു ഇൻട്രസ്റ്റിംഗ് സാധനമായിരുന്നല്ലോ. അപ്പൊ അത് എവിടുന്ന് ആക്ച്വലി ആ തോട്ട് പ്രോസസ് വന്ന് ആ പ്രൊജക്ട് എന്താണെന്ന് പറയാം? സോ അത് ബേസിക്കലി അതൊരു ചാർജിങ് സിസ്റ്റം ആയിരുന്നു. അതായത് നമ്മൾ കോമൺലി ഒരു ഇഷ്യൂ ആണ്, നമ്മൾ ഫോണ് ചാർജിന് കുത്തിയൊക്കെ സ്വിച്ച് ഓൺ ആക്കാൻ മറന്നു പോകുന്നുള്ളത്. സോ അത് സോൾവ് ചെയ്യാന്നുള്ള രീതിയിലാണ് ചെയ്തത്. അത് ഒരു യൂസ്ലെസ് പ്രോജക്റ്റ് എന്നുള്ള കൺസെപ്റ്റ് വരുമ്പോൾ ശരിക്ക് നമുക്ക് ഈ സ്വിച്ച് ബോർഡിലെ സ്വിച്ച് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ശരിക്കും സോർട്ട് ഔട്ട് ആവും. ബട്ട് നമ്മളൊരു ഫണ്ട് എന്നുള്ള രീതിയിൽ സെൻസറൊക്കെ വെച്ചിട്ട് ലൈക്ക് വീഡിയോ സെറ്റ് പോലെയൊക്കെയാണ് ചെയ്തത്. സോ ചാർജർ കുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ചാർജർ ഓൺ ആവുന്ന രീതിയിലൊക്കെയാണ് ചെയ്തത്. സോ അങ്ങനെയാണ് അത് ബിൽഡ് ചെയ്തത്. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയി. ലൈക്ക് ഞാൻ ചെന്ന് എനിക്കൊന്നൊരു 1 മന്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇവൻറ്റ് നടന്നു. ഞാൻ സത്യം പറഞ്ഞത് എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. ഞാൻ ലൈക്ക് ഒരു ഹാക്കത്തോൺ ഉണ്ട് കോളേജിൽ. സോ അത് നമുക്ക് തോന്നുന്നു കുറേ കാലത്തിന് ശേഷം നടക്കുന്ന ഒരു ഹാക്കത്തോൺ കൂടിയായിരുന്നു. സോ നമ്മൾ ആ ഹാക്കത്തോണിൻ്റെ ഞാൻ പോയി കയ്യിലുള്ള മോളം ചെയ്ത് കൂട്ടുകാരെ റൂമിലുള്ള ഒരാളെ ഞാൻ പറഞ്ഞൊരു ഐഡിയ ആയിരുന്നു.
സോ അങ്ങനെ പോയി ചെയ്തു. പിന്നെ റിസൾട്ട് വന്നപ്പോൾ ഞാനും ഷോക്കായിരുന്നു ലൈക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പം. ആൻഡ് പിന്നെ നമുക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നല്ലോ. സോ ആ സ്കോളർഷിപ്പും ലൈക്ക് പിന്നെ ഫുള്ളി ആ ജേർണിയിൽ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അതിലെന്തൊക്കെ കൈൻഡ് ഓഫ് പ്രൊജക്ട്സുകളാണ് ചെയ്തേ? അത് ആക്ച്വലി മൊത്തം 6 മന്ത് അല്ലായിരുന്നോ? 6 6 മന്ത്. മന്ത്. സോ അതിൽ മെയിൻലി ഞാൻ അതിന് ശേഷം ലൈക്ക് ഞാൻ കുറേ കാലമായിട്ട് എനിക്ക് ലൈക്ക് കുറേ ഡ്രീം സാധനങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അതിൽ മെയിൻലി ഒരു സാധനം എൻ്റെ കീബോർഡ്, ഞാനൊരു മെക്കാനിക്കൽ കീബോർഡ് വാങ്ങിയിരുന്നു. അത് ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 മന്ത് യൂസ് ചെയ്ത്, അല്ല 1 മന്ത് അല്ല 1 ഇയർ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ സാധനം അടിച്ചു പോയി. സോ എനിക്കത് എങ്ങനെയായാലും ഒഴിവാക്കാൻ തോന്നുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ പൈസ കിട്ടി അപ്പം തന്നെ ഞാൻ അത് റെഡിയാക്കാൻ കമ്പോണൻസ് വാങ്ങി. ലൈക്ക് ഞാൻ ഫുള്ളി അതായത് റെഡിയാക്കുന്നതിൽ ഉപരി അത് റീബിൽഡ് ചെയ്യാണ് ചെയ്തത്. അത് ഫുള്ളി അതിലത്തെ സാധനങ്ങൾ, അതിലത്തെ ബോർഡും കാര്യങ്ങളൊക്കെ മാറ്റി ആ സ്വിച്ചസ് മാത്രം യൂസ് ചെയ്തിട്ട് ഫുള്ളി റീബിൽഡ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഒരു കീബോർഡ് വാങ്ങുന്ന പൈസയാവും, ബട്ട് സ്റ്റിൽ അത് നമ്മൾ സ്വന്തം ചെയ്തൊരു സാധനം യൂസ് ചെയ്യുക പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലാണ്. സോ ആ രീതിയിലാണ് ഞാൻ ബിൽഡ് ചെയ്തത്. സോ അതായിരുന്നു എൻ്റെ ഓർമ്മയിൽ ഫസ്റ്റ് ബിൽഡ് ചെയ്തത്. പിന്നെ സ്കൂളിന് വേണ്ടിയിട്ട്, അല്ല സ്കൂളിനല്ല കോളേജിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രോജക്റ്റും ചെയ്തിരുന്നു. ഞാൻ ബേസിക്കലി മൂന്നാറാണ്. സോ മൂന്നാർ നല്ല തണുപ്പ് ഏരിയ ആയതുകൊണ്ട് തന്നെ കോമൺലി എല്ലാവരും ഹീറ്റേഴ്സ് യൂസ് ചെയ്യും. Okay. സോ ഞാൻ ഹോസ്റ്റലിൽ കണ്ടൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹീറ്റേഴ്സ് യൂസ് ചെയ്യാൻ എല്ലാവരും ഓൺ ആക്കിയാണ് പോകും, ഓക്കെ. പിന്നെ ഓഫ് ആക്കരുത്. പിന്നെ ആക്കില്ല. കൂടുതൽ ഞാനാ ഒന്ന് ഓഫ് ആക്കരുത്. ഓക്കെ. സോ ഇത് ഇങ്ങനെ ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നി. സോ ഞങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഇപ്പോൾ പുതിയ സിലബസിൽ പുതിയ കയറ്റുന്ന സ്കീമിൽ ഒരു സബ്ജക്റ്റ് ഉണ്ട്, WNIPR എന്ന് പറഞ്ഞിട്ട്. സോ അതിന് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ചെറിയ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. സോ അതിന് ഞാൻ ഈ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തു. സോ അത് സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ബേസിക്കലി എന്താ വെച്ച് കഴിഞ്ഞാൽ ഹീറ്റർ ഓട്ടോമാറ്റിക് ഓഫ് ചെയ്യുന്ന സെറ്റപ്പ്. ഓക്കെ. അതായത് ഒരു ടൈമർ ബേസ്ഡ് സെറ്റപ്പാണ്. അത് നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ആ സോഫ്റ്റ്വെയറിൽ ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ഇത് ഓഫ് ആണെന്നുള്ളത് സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അതിൽ വേറെ കേസും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഇപ്പോൾ നമ്മൾ ആ ഹീറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമർ വീണ്ടും റീസെറ്റ് ആവും. അത് സത്യം പറഞ്ഞാൽ ഹോസ്റ്റലിലാകുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം അരമണിക്കൂർ നമ്മൾ ടൈമർ സെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക, അതിനിടയിൽ ഒരാൾ വന്ന് കുളിച്ചു പോയി, അപ്പോൾ ചിലപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞെത്തും. അപ്പോൾ ഹീറ്റർ ഓഫ് ആവും എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് ഞാൻ പിന്നെ എക്സ്ട്രാ ആയിട്ട് പിന്നെ ഇങ്ങനെ സാധനമൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ സാധനം ബിൽഡ് ചെയ്തിരുന്നു. സോ അതും ഇതിൻ്റെ നമ്മളെ ഈ ഫണ്ടിങ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഓക്കെ. ചെയ്തത്. എന്നിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്തു. എന്നിട്ട് അത് ഫുള്ളി ഒരു പ്രോഡക്റ്റ് പോലെ പ്രോഡക്റ്റ് പോലെ ചെയ്തു. ചെയ്ത് ഓക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ. പക്ഷെ ഞാനിതൊരു റിയൽ ഹീറ്ററുമേ ഓക്കെ. കാരണം കൊടുത്തിട്ടൊന്നുമില്ല. അത് അത്രയും ലൈക്ക് നല്ല കറണ്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. സോ കുറച്ചും കൂടി ഫ്യൂസ് അങ്ങനത്തെ കുറച്ചും കൂടി സെക്യൂരിറ്റി സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുകയാണ്. സോ അത് അതും പിന്നെ ഈ ഒരു ഇതിൽ ചെയ്താണ്. ആൻഡ് പിന്നെ അത് കോളേജിൽ നിന്ന് IDസിന്റെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. യൂസ്ലെസ് പ്രൊജക്റ്റിന്റെ മറ്റേ ഒരു ടീം ഉണ്ടായിരുന്നല്ലോ, ഒരു 25 അടുത്ത് ഉള്ള സെറ്റ് ഓഫ് ആൾക്കാർ, 22 സെറ്റ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബാക്കിയുള്ള സെറ്റ് ഓഫ് ആൾക്കാർ അവർ ചെയ്തിട്ടുള്ള എൻഡ് ഓഫ് പ്രൊജക്ട്സും സാധനങ്ങളൊക്കെ? അവർക്ക് സത്യം പറഞ്ഞാൽ ലൈക്ക് കുറെ ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് കുറെ ആൾക്കാരായിട്ട് ഇപ്പോൾ ചെറിയ കണക്ഷനും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ല, സ്റ്റിൽ നമ്മൾ കുറേ സാധനങ്ങൾ ലൈക്ക് അങ്ങോട്ടുള്ള മെസ്സേജ് അയക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ആഷിക്ക് ഇപ്രാവശ്യത്തെ യൂസ്ലെസ് പ്രൊജക്റ്റിന് എന്താ ചെയ്തത്? ഞാൻ യൂസ്ലെസ് എന്ന് കേട്ടപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എങ്ങനെ പറഞ്ഞ യൂസ്ലെസ് അറിഞ്ഞായിരുന്നു അങ്ങനെ ഒരു പരിപാടി ഉണ്ട്? പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു, പക്ഷെ എനിക്ക് ജോയിൻ ചെയ്യാൻ ഇവൻ പറ്റില്ല. എന്താ വെച്ചാൽ അവിടുത്തെ IEEE എന്തിനു റാസിനൊക്കെ ചെയറാണ്. സോ അതിൻ്റെതായിട്ട് കുറെ ലൈക്ക് വർക്കും കാര്യങ്ങളുണ്ട്. സോ ഒക്കെപ്പാടെ അതിനിടയിൽ ഇങ്ങനെ ഇതിനുള്ള ഹാക്കത്തോൺസ് പിന്നെ അതിന്റെ തിരക്കിലും കൂടി ആയതുകൊണ്ട് ലൈക്ക് ഫസ്റ്റ് ആ സമയത്ത് നടന്നില്ല. നടന്നില്ല. ഇപ്രാവശ്യം ഞങ്ങളുടെ സീറ്റിലൊരു ഈ തിങ്കറബിന്റെ തന്നെ ഒരു ഹാക്കത്തോണ് പോയപ്പോഴാണ് പറഞ്ഞു ഇങ്ങനെ വരുന്നുണ്ട് ഒന്നും കൂടിയും, അപ്പോൾ ജോയിൻ ചെയ്യുന്നതാണ്. അങ്ങനെ ജോയിൻ ചെയ്ത് ഇനി യൂസ്ലെസ് ആണല്ലോ. ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ യൂസ്ലെസ് എന്ന് പറഞ്ഞാൽ ഇമോ എന്ന് പറഞ്ഞ റോബോട്ട് ഉണ്ട്. അത് ഭയങ്കര ഇങ്ങനെ കുറെ സാധനങ്ങൾ ഇങ്ങനെ നടന്നു പോയി ചായത്തൊക്കെ പോയി വീഴും. ഓക്കെ. അപ്പോൾ അത് ഭയങ്കര റേറ്റും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് തോന്നി. അപ്പോൾ പിന്നെ അതന്നെ കുറച്ചുകൂടി ഫണ്ണായി ചെയ്യാന്ന് വിചാരിച്ച് അതിന്റെ തന്നെ ഒരു മലയാളം വെർഷൻ മലയാളത്തിൽ സംസാരിക്കും, പക്ഷെ നമ്മൾ കളിയാക്കി സംസാരിക്കും. അന്ന് റാസ്ബെറി പൈ ഇവന്റെ കയ്യിലായിരുന്നു. ഞങ്ങൾ ആ ഹാക്കത്തോണ് പോയിക്കാണ്ട് ഇവന്റെ ബാഗിൽ വെച്ച് അവന്റെ കയ്യിൽ പെട്ട് അവസാനം പിന്നെ ലാപ്പൊക്കെ വെച്ച് ചെയ്ത് ഏകദേശം അത് ബിൽഡ് ചെയ്തെടുത്ത്. ഓക്കെ ഓക്കെ. അപ്പൊ അതിനകത്ത് ഞാനിങ്ങനെ വീഡിയോ കണ്ടപ്പോഴത്തേ അതിനകത്ത് കണ്ണിങ്ങനെ അടയ്ക്കുന്നതും സാധനങ്ങളൊക്കെ ആയിട്ട് അതിനകത്ത് ഒരു ഡിസ്പ്ലേ ആക്ച്വലി യൂസ് ചെയ്തെങ്കിലേ. യെസ് യെസ് നൈസ്. അപ്പോൾ അതാണ് ഇപ്രാവശ്യത്തെ പ്രൊജക്റ്റ്. ഇനിയിപ്പം എന്താണ് പ്ലാൻ ഉണ്ടോ അടുത്ത 6 മന്ത് എന്തൊക്കെ സാധനങ്ങൾ ചെയ്യണം എന്നുള്ളത്? അപ്പോൾ പ്രോബ്ലം ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ. നല്ലൊരു പ്രോബ്ലം കിട്ടിയാൽ ചെയ്യണമെന്നുണ്ട്. യെസ്. ഇപ്പം ജനറലി ഇപ്പം ഇങ്ങനെ നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾ കുറേ സാധനങ്ങൾ ചെയ്തു, നിങ്ങൾ ഇങ്ങനെ ഹാർഡ്വെയർ സാധനങ്ങൾ പഠിച്ചു, ആൻഡ് ഇവഞ്ച്വലി അതിൻ്റെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കൈൻഡ് ഓഫ് പ്രൊജക്ട്സിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും സ്വന്തമായിട്ട് മെക്കാനിക്കൽ കീബോർഡ്സും സാധനങ്ങളൊക്കെ ബിൽഡ് ചെയ്തുള്ള കുറച്ചുകൂടെ ഹൈ ലെവൽ ഓഫ് പ്രൊജക്ട്സുകളിലേക്ക് നിങ്ങൾ മാറിയല്ലോ. അപ്പം സേ ഫോർ ഇപ്പം സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കണം, എനിക്ക് ഇപ്പം എന്തെങ്കിലും സാധനങ്ങൾ അങ്ങനെ ഹാർഡ്വെയർ സാധനങ്ങൾ പഠിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സാധനങ്ങൾ പഠിച്ചു തുടങ്ങണം എന്ന് പറയുന്ന സെറ്റപ്പ് ആൾക്കാരോട് എങ്ങനെയായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക? മെയിൻലി യൂട്യൂബ് തന്നെ ഇത് കീ എന്ന് അറിയില്ല. കാരണം അതിൽ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം ഒരു കോഴ്സിന് പോകുമ്പോൾ അവിടെ ഒരു സാധനം ഉണ്ടാവുള്ളൂ, പക്ഷേ യൂട്യൂബിൽ അങ്ങനെയല്ല, കുറേ സെറ്റപ്പ് ആൾക്കാർ ചെയ്യുന്നുണ്ട്.
സോ നമുക്ക് ഒരാളത് ഇപ്പം ഒരാൾ പറയുന്ന മനസ്സിലായാലും വേറെ ആളെ വീഡിയോസ് ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ യൂട്യൂബിൽ എല്ലാ സാധനങ്ങളും എന്ത് സാധനം പഠിക്കണം എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ലൈക്ക് കുറച്ച് സ്ട്രക്ചേർഡ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ കോഴ്സ് എടുത്തൊക്കെ ചെയ്യാം. ബട്ട് സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. എന്തായിരിക്കും ഒരു ഗെറ്റ് സ്റ്റാർട്ട് കൈൻഡ് ഓഫ് പ്രൊജക്റ്റുകളൊക്കെ ഇപ്പൊ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോഴത്തേക്കും? ഞങ്ങൾ ആദ്യം പഠിച്ചത് ഒരു ഔട്ട്പുട്ട് എങ്ങനെ കൊടുക്കുക, ഒരു ഇൻപുട്ട് എങ്ങനെ എടുക്കുക, അതൊക്കെയാണ് ആദ്യം പഠിച്ചിറങ്ങിയത്. ഈ ഔട്ട്പുട്ട് ഇൻപുട്ട് ഒക്കെ പഠിച്ചു തുടങ്ങിയാൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ എന്തും ചെയ്യാം. ആ ഒരു ഇതാ. പിന്നെ വേറെ എന്തായിരിക്കും പിന്നെ വരുന്നുണ്ടാകുക? ഇതേപോലത്തെ കൈൻഡ് ഓഫ് ഹാർഡ്വെയർ സാധനങ്ങൾ എവിടെ നിന്നായിരിക്കും പർച്ചേസ് ചെയ്യുന്നുണ്ടാകുക? ഇപ്പൊ ഞങ്ങള് ഏറ്റവും റേറ്റ് കുറഞ്ഞ സ്ഥലങ്ങൾ ഇപ്പൊ എവിടെ? ഞങ്ങള് റോബോ.ഇൻ അല്ലെങ്കിൽ കോഴ്സ് കോമൺസ്, ആമസോണിലൊക്കെ ആകുമ്പോൾ എല്ലാം വിൽക്കുന്ന സ്ഥലമാണല്ലോ, സെല് ചെയ്യുന്ന സ്ഥലം. അപ്പം അതുകൊണ്ട് പ്രൈസ് ഭയങ്കര ഹൈ ആക്കണം. ഈ റോബോ.ഇനും കോഴ്സ് കോമൺസ് ഒക്കെ കോമൺസ് മാത്രം വിൽക്കാനുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ അതുകൊണ്ട് price റോബോ കുറവായിരിക്കും. പ്രൈസ് അങ്ങനെ കുറേ വെബ്സൈറ്റുകളുണ്ട്. ചിലതൊക്കെ സ്കാം ആയിട്ടുള്ളതുണ്ട്. സ്റ്റിൽ ഇപ്പം മെയിൻലി ഇപ്പോൾ 2-3 വെബ്സൈറ്റുകൾ പറഞ്ഞല്ലോ. പിന്നെ അവിടെ തൃശ്ശൂർ എറണാകുളത്ത് കുറേ ഷോപ്പുകളുണ്ട് നല്ല നല്ല. സോ അവിടെയൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ്ലി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും റേറ്റ് ഞങ്ങൾ കുറഞ്ഞ. ഇതേപോലെ ഒരു സ്കാമിൽ പെട്ടതായിരുന്നു. ഓക്കെ, അതെന്തായിരുന്നു? അത് ഇതേമാതിരി ഒരു സൈറ്റിൽ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തു. ഏകദേശം 6ഓളം മോട്ടർ ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തു. ഇതേപോലെ ഒരു നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഇതേമാതിരി ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. തരംഗ് എന്ന് പറഞ്ഞൊരു ഇവന്റ്. അതൊരു IHR ഫ്ലാഗ്ഷിപ്പ് ഇവന്റ് ആണ്. തരംഗ്. സോ അതിന് ഇതേമാതിരി അതിന് നമ്മുടെ കോളേജ് ഫസ്റ്റ് അടിച്ചിരുന്നത്. സോ കോളേജ് അല്ല, സ്കൂളാണ് ഏറ്റവും ബെസ്റ്റ് കോളേജ് സ്കൂൾ എന്നുള്ള രീതിയിൽ നമ്മളെ സ്കൂളാണ് ഫസ്റ്റ്. കാരണം നമ്മള് ഒരു ഹാള് ഫുള്ള് നമ്മളെ സ്കൂളിലെ സ്കൂളിലെ പ്രോജക്റ്റ് തന്നെ ഏകദേശം 20ഓളം പ്രോജക്റ്റ് നമ്മൾ കൊണ്ടുവരുന്നു. സോ ബാക്കിയുള്ളതൊക്കെ കോളേജസ് പോലും ലൈക്ക് ഓൽക്കൊക്കെ ഓരോരോ സ്റ്റാൾ മാത്രമാണുള്ളത്. ഞങ്ങൾ ഫുൾ റൂമും ഞങ്ങൾക്കായിരുന്നു. സോ അങ്ങനെ നമ്മൾ അത്രയും പ്രൊജക്റ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലൈക്ക് അതിൽ നമ്മൾ ടോപ്പ് സ്കൂൾ എന്നുള്ള രീതിയിൽ ഒരു അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടി. സോ അതിനു വേണ്ടിയിട്ട് അത് കുറച്ച് കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ ഒന്ന് പ്രസ് ചെയ്യുക, 2 പ്രസ് ചെയ്യുക, അങ്ങനെ പറയില്ലേ. അങ്ങനെ 2 പ്രസ് ചെയ്യുമ്പോൾ ഫ്രണ്ടോട്ട് പോകണം. ഓക്കെ. അങ്ങനത്തെ ഒരു കാർ ബിൽഡ് ചെയ്തൊരു മത്സരം. പിന്നെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ഒബ്സ്റ്റക്കിൾസ് ഇതാക്കിയിട്ട് ലൈക്ക് മൂവ് ചെയ്യുന്ന റോബോട്ട്സ്, റോബോ വാർ, അങ്ങനത്തെ കുറച്ച് കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. ആയിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കുറേ സാധനങ്ങൾ ചെയ്യണതിൽ ഓരോരുത്തർക്കും ഓരോരോ ബോട്ടിന് ഇതാക്കിയിട്ട് എല്ലാവരും പാടെ ഒരു 5-6 ബോട്ട് ഇറക്കാന്നുള്ളൊരു പ്ലാനായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഇത്രയും മോട്ടോഴ്സ് ഓർഡർ ചെയ്തത്. പക്ഷേ പറ്റിപ്പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോഴ്സ് ഡേറ്റ് ആയിട്ടും ലൈക്ക് നമുക്ക് ഒരു പറഞ്ഞ ഡേറ്റ് ആയിട്ടും സാധനം എത്തുന്നില്ല. നമ്മളിങ്ങോട്ട് കുറേ കംപ്ലയിൻറ്റ് കൊടുക്കും. പക്ഷെ ഒരു റിപ്ലൈ ഇല്ല. അങ്ങനെ ഒരവസ്ഥയിൽ വിട്ടുപോയി. നമ്മൾ പിന്നെ ഇങ്ങോട്ട് വേറെ സൈറ്റിൽ നിന്ന് സാധനം ഓർഡർ ചെയ്തു. കാരണം നമുക്ക് ഇത് എത്തൂലെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ വേറെ സൈറ്റിൽ നിന്ന് വേറെ സൈറ്റ് ഓഫ്ലൈനായിട്ട് സാധനം ഓർഡർ ചെയ്തു. സോ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കേസ് കൊടുക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് മെയിൽ അയച്ചതിന് ശേഷമാണ് പിന്നെ നമുക്ക് കമ്പോണൻസ് വരുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് സാധനം കിട്ടി. സാധനം കിട്ടി, പക്ഷെ ഇപ്പോൾ വേസ്റ്റ് ആയി കിടക്കുക. കാരണം നമ്മൾ ഓൾറെഡി വേറെ കമ്പോണൻസ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ. ഞങ്ങൾ സ്കൂളിലോട്ട് പോകുന്ന ട്രെയിനിലാണ്. അപ്പോൾ ട്രെയിനിൽ ഞങ്ങൾ കൂടെ തന്നെ വക്കീൽ പഠിക്കുന്ന ഒരു പുള്ളിയുണ്ട്. പുള്ളിയോട് ഇങ്ങനെ സംസാരിച്ചു കൺസ്യൂമർ കോർട്ടിൽ കംപ്ലൈന്റ് കൊടുക്കുന്ന രീതിയിൽ മെയിൽ അയക്കുന്നായിരുന്നു. മെയിൽ അയച്ച് 3-ാം ദിവസം സാധനം വീട്ടിലെത്തി. സോ അങ്ങനെ കുറേ വെബ്സൈറ്റുകളുണ്ട്. അത് ഇപ്പോൾ ഇലക്ട്രോണിക്സ് കോംബ് എന്ന വെബ്സൈറ്റാണ്. പക്ഷെ ചിലവർക്ക് സാധനം കിട്ടുന്നുണ്ട്, ചിലർക്ക് കിട്ടുന്നില്ല. ചിലർക്ക് കിട്ടില്ല എന്നുള്ളതിന്. യെസ്, അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ. ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചർ പരിപാടികൾ? ഇപ്പോൾ നമ്മളൊരു പ്രോജക്റ്റിൽ നിങ്ങളിപ്പം തേർഡ് ഇയർ അല്ലേ? ഞാൻ സെക്കൻഡ് ഇയർ സെക്കൻഡ് ഇയർ. ഓൺ തേർഡ് ഇയർ. ഓക്കെ. ഞാൻ അതിനിടയ്ക്ക് ചെറിയ ഗ്യാപ്പ് എടുത്തിരുന്നു. ഓക്കെ. 1 ഇയർ ഗ്യാപ്പ് എടുത്തു. ആ. സോ അങ്ങനെ അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു മാക്രോപാഡ് എന്ന് പറഞ്ഞൊരു കൈൻഡ് ഓഫ് സാധനമുണ്ട്. അതൊരു മിനി കീബോർഡാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് പുറം രാജ്യങ്ങളിലൊക്കെ കുറേ ആൾക്കാർ യൂസ് ചെയ്യണം. നമ്മളെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാ സോഫ്റ്റ്വെയർസിനും നമ്മൾ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യുന്നുള്ളത്. ബേസിക്കലി കൺട്രോൾ-C കൺട്രോൾ V പോലത്തെ ഷോർട്ട് കട്ട്സ്. ഇപ്പോൾ കൺട്രോൾ-C കൺട്രോൾ V എന്നൊക്കെ പറയാൻ 2 സ്വിച്ചും 2 കീസൊക്കെ ഉള്ളൂ. ബട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ ഷോർട്ട് കട്ട്സും ഉണ്ട്. സോ ഇതിപ്പോൾ കുറേ സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതൊക്കെ പാടെ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ. സോ നമുക്ക് ഈ ഒരു ടൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഓരോ കീ ഇന്ന കീ കോഫി ഇന്ന ഫംഗ്ഷൻ ഇന്ന ഫംഗ്ഷൻ ആണുള്ളത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ സിമ്പിൾ നമ്മൾ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ വർക്ക് ആവുന്നില്ല. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫുള്ളി ഒരു ആപ്പ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വരെ നമുക്ക് ഈ ഒരു കീ പ്രസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇത് പുറമെ രാജ്യങ്ങളിൽ കുറേ ആൾക്കാർ യൂസ് ചെയ്യണം, പക്ഷേ ഇന്ത്യയിൽ ആൾക്കാർ യൂസ് ചെയ്യണ കുറവാണ്. സോ ആ ഒരു സാധനം ഇന്ത്യയിലേക്ക് കൊടുന്നാലോ എന്നുള്ളൊരു ഇതുണ്ട്. അത് എനിക്ക് തോന്നുന്നത് കുറേ ആൾക്കാർക്ക് ഇത് അറിയില്ല, ഇങ്ങനെ ഒരു ടൂൾ ഉണ്ട് എന്നുള്ളത് അറിയില്ല. പിന്നെ അതിന് ലൈക്ക് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇപ്പം പുറത്തുള്ള സാധനങ്ങൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. 6K എബോവ് ഒക്കെയാണ് സാധനങ്ങൾ ഉള്ളത്. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇത് ചെയ്യാത്തതെന്ന് കരുതുന്നത്. സോ നമ്മൾ അതൊരു സ്റ്റാർട്ടപ്പ് പോലെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് പോലെ ബിൽഡ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒന്ന് ബിൽഡ് ചെയ്തിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്നാണ് അറ്റ് ലാസ്റ്റ് ഒരു ഇത് ഉള്ളത്. സോ ഇതിനെ ഇങ്ങനെ ചെയ്താലോന്നൊക്കെ ഉണ്ട്. ഇപ്പൊ അതിന്റെ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ട് അതിനാണ് ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മള് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. നൈസ്. അപ്പം എല്ലാം ഭംഗിയായി നടക്കട്ടെ. അപ്പൊ എന്താണെങ്കിലും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. എന്താണെങ്കിലും മറ്റേ മൂന്നാറിൽ നിന്നും കരുനാഗപ്പള്ളിയിൽ നിന്നൊക്കെ ഇവിടം വരെ എഫേർട്ട് ഇട്ട് വന്നതല്ലേ. അപ്പോൾ ഇനിയും എന്തെങ്കിലും പ്രൊജക്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പർലി ലെറ്റ് മീ നോ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലൊക്കെ ആയിട്ടുള്ള
സാധനങ്ങൾ. അപ്പോൾ താങ്ക് യു.